ബാങ്കോ ബ്യൂട്ടിയിൽ നമ്മൾ ഈ ചുങ്കടി ടൈപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ചുങ്കടി ഐറ്റംസ് ഡിജിറ്റൽ പ്രിന്റിന്റെ സാരികളാണ്. ഡിജിറ്റൽ പ്രിന്റ് ഇവിടെ നോക്കി നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റിൽ എടുത്ത സാരീസ് കേട്ടോ. ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ നോക്കിയാണെങ്കിലും ഈ ബാക്ക് നല്ലതാണോ? എല്ലാം തന്നെ ബണ്ടിൽ ഫാൻസി റണ്ണിംഗ് ഒന്ന് കാണിച്ചു തരാം. ഫാൻസി റണ്ണിംഗ് മെറ്റീരിയൽസ് ഫാൻസി റണ്ണിംഗ് മെറ്റീരിയൽസ് ഒക്കെ എല്ലാ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, പ്രീമിയം ലെവലുള്ള സാധനങ്ങളുണ്ട്. കൂടുതലും കോളേജ് കുട്ടികളാണ് യങ്സ്റ്റേഴ്സ് അല്ലേ? ചെറിയ കുട്ടികൾ നല്ല ഫ്രീക്ക് ലെവലിൽ കോളേജ് പരിപാടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കൂടെ പറയാം, ഹോൾസെയിൽ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ടൈലറിംഗ് ഷോപ്പ് നടന്ന ആൾക്കാർക്ക് നൈറ്റി ബിറ്റിന്റെ ഒക്കെ ഒരു 1.5 കളക്ഷൻ നമ്മുടെ നോവൽറ്റിയിലുണ്ട്. ക്രിസ്മസിനൊക്കെ വേണ്ടിയില്ല വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ 100 കണക്കിന് ബണ്ടിലുകൾ. ശബരിമല സീസണ് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് ഷർട്ടൊക്കെ ഹോൾസെയിൽ നമ്മുടെ നോവൽറ്റിയിലുണ്ട്. നല്ല കിടിലം ബ്രാൻഡ് ഐറ്റംസ്. ഇതെല്ലാം സെറ്റ് മുണ്ട് ഐറ്റംസ്. സെറ്റ് മുണ്ടിൽ തന്നെ നമുക്ക് സിംഗിളും വരുന്നുണ്ട്, ഡബിളും. ജെന്റ്സിന് വേണ്ടിയിട്ട് ലുങ്കി മുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ മുണ്ടുകൾ, ഡബിൾ മുണ്ടുകൾ, കല്യാണ മുണ്ടുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് നല്ല സോർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് എടുത്ത് സ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ ഒക്കെ ഏറ്റവും ട്രെൻഡിങ് മോഡൽ ഐറ്റംസ് നമുക്ക് മൊത്തം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ റെഡ് ആൻഡ് വൈറ്റിലൊക്കെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ട്. ഇതൊക്കെ നൈറ്റീസിന്റെ ഒരു 1.5 സെക്ഷൻ മോഡൽ നൈറ്റികളാണ്. വെറൈറ്റി മോഡൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ? ഇതിപ്പോ ലിനൻ സാരി, ലിനന്റെ നല്ല അടിപൊളി ട്രെൻഡിങ് ഐറ്റംസ് വരുന്നത് ഏറ്റവും ബ്ലാക്കിലൊക്കെ അജ്രക്കിന്റെ റണ്ണിംഗ് മെറ്റീരിയലാണ്. അജ്രക്കിന്റെ റണ്ണിംഗ് മെറ്റീരിയൽ ഇപ്പൊ ഏറ്റവും ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 60s ഉണ്ട് 40s ഉണ്ട്. ഇതിന്റെ ഹോൾസെയിൽ ലെവലിൽ നമുക്ക് റോൾ കൊണ്ടുപോവാം അല്ല, റോളായിട്ട് കിട്ടുള്ളൂ. അതായത് ഷർട്ടിന്റെ ഈ കാണുന്ന മൊത്തം ഷർട്ടിന്റെ പല കാറ്റഗറി, അവിടെ ജീൻസ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് നാളേക്ക് ശേഷം നമ്മുടെ എറണാകുളം മാർക്കറ്റിലേക്ക് നമുക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാറായി. ഇപ്പൊ നവംബർ മാസം തുടക്കമായി. അപ്പൊ നമ്മളിവിടെ വന്ന ഷോപ്പിന്റെ പേര് വെച്ചെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് നോവൽറ്റി ടെക്സ്റ്റൈൽ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഒന്നായി നമ്മുടെ നോവൽറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും വെച്ചാൽ 60,000 സ്ക്വയർ ഫീറ്റ് ഒരു സ്ഥാപനമാണ്. എന്താ വെച്ചാൽ 6 നിലകളിലായിട്ട് പല സംഭവങ്ങളും ജനിച്ചു പോകുന്ന കുട്ടികളുടെ മുതൽ എന്താ പറയുക ഹോം ഫർണിഷിങ്ങിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇടുന്ന ഒരു ശരിക്കും ഒരു വേറെ ലോകം തന്നെ ഉണ്ട്. അപ്പൊ എന്റെ കാര്യമൊക്കെ ഇപ്പം ക്രിസ്മസ് ഒക്കെ വരാനായിട്ട് ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റെഡും വൈറ്റും. അതുപോലെ ശബരിമല സീസണൊക്കെ ഇപ്പൊ കറുത്ത ഷർട്ടൊക്കെ പുതിയ ലോഡ് വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറിയപ്പോഴാണ് ഇവിടുത്തെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടാം. പുള്ളിക്കാരൻ മൊത്തം കാണിച്ചു പറഞ്ഞിട്ട് അപ്പൊ ഓരോ സെക്ഷനിൽ പോയിട്ട് ഓരോ ആൾക്കാരെ കൂടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ കിട്ടും, എങ്ങനെ ടെക്സ്റ്റൈൽ ബിസിനസ് ഒക്കെ ഒന്ന് പുരോഗമിക്കാം, ഏറ്റവും വിലക്കുറവിൽ എങ്ങനെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം, അതുപോലെ പുതുതായിട്ട് ഈ മേഖലയ്ക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നതൊക്കെ വേണ്ടുന്ന എല്ലാ സഹായ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇത് മാത്രമല്ല ഇവർ ഈ സ്ഥാപനം മാത്രം ഈ 60,000 സ്ക്വയർ ഫീറ്റ് ഈ സ്ഥാപനം മാത്രമല്ല കൊല്ലത്തും ഇതേ ലെവൽ 60,000 സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി സ്ഥാപനമുണ്ട്. അപ്പൊ തിരുവനന്തപുരം ഭാഗത്തിൽ അങ്ങോട്ടേക്ക് പോകാം, ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ ഒരുപാട് കാര്യം കൂടെ കാണാണ്ട് അധികം പിന്നെ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമ്മൾ നോവൽറ്റി ടെക്സ്റ്റൈൽസിൽ ആദ്യം കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഒരു സാരിന്റെ ഒരു കൊട്ടാരം എന്നൊക്കെ പറയാം. അതായത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാരികളും നമുക്ക് ഒരു കൊടക്കീഴിൽ കിട്ടുന്ന ഒരു സെക്ഷനാണ് ഇത്. ഏറ്റവും സെറ്റ് ഐറ്റം സാരി. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രവീൺ ബ്രോ. നമസ്കാരം. അപ്പൊ നമ്മളിവിടെ പ്രവീൺ ബ്രോ ഉണ്ട്. പ്രവീൺ ബ്രോ, ഇത് നമ്മുടെ സാരിയുടെ സെക്ഷൻ മാത്രമായത് ഏറ്റവും സെറ്റ് സാരി കിട്ടും നമുക്ക്? എല്ലാ ഐറ്റം നമുക്ക് ഈ സെക്ഷൻ എന്തൊക്കെ ഐറ്റംസ് അല്ലത്? ഇത് മെയിൻ ആയിട്ട് കോട്ടൺ സിൽക്ക് സാരീസ് ആണ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അതായത് കോട്ടൺ സിൽക്ക് സാരീസിന്റെ ഒരു സെക്ഷൻ ആണ് ഇത്. പല ഡിസൈൻസ്. ഇതെങ്ങനെ ബ്രാൻഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ? ഇത് ബ്രാൻഡാണ്. ഇത് ബാങ്കോ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് അതിനകത്ത് തന്നെ പിങ്ക് ജെറിയിൽ തന്നെ പുതിയ ഐറ്റാണ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ് കോട്ടൺ സിൽക്കിൽ പിങ്ക് ജെറി. ജസ്റ്റ് നോക്കിയിട്ട് കോട്ടൺ സിൽക്കിൽ പിങ്ക് ജെറി എന്ന ഐറ്റം ആണ്. ഈ കാണുന്ന അതിന്റെ കളർ ചാർട്ടുകളാണ്. ഈ ഒറ്റ ഡിസൈൻ്റെ അല്ല, ഡിസൈൻ ഏകദേശം മിക്സ് ആയിട്ട് വരും. ഹാൻഡ്ലൂം ചെയ്യുന്നതുകൊണ്ട് ഡിസൈൻ മാറി വരും. അതിന്റെ കളർ ചാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കളർ ചാർട്ട് ഈ കാണുന്നത് എത്ര ഡിസൈൻസ് ആണല്ലേ. ഈ ഒരുപാട് കിടിലം മോഡൽ സാരികളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ നോവൽറ്റിയിലൊക്കെ വന്നാൽ മതി. ശരിക്കും സാരിയിലൊക്കെ ഓൺലൈൻ ബിസിനസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരല്ലേ, അവർക്കെല്ലാം കൊടുക്കുന്നുണ്ടോ? എല്ലാവർക്കും ഷോപ്പ് ഹോൾസെയിൽ ലെവൽ ഷോപ്പുകളിലേക്കും ഹോൾസെയിൽ മാത്രമേ ജസ്റ്റ് ഒരു കൂടെ പറയാം, ഹോൾസെയിൽ മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. പല വീഡിയോസും കണ്ടിട്ട് റീറ്റെയിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ ഷോപ്പുകൾ ഒന്നാണ് നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസ്. ഇതൊക്കെ അതിന്റെ കളർ ചാർട്ടാണ്. ജസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ നമ്മുടെ കോട്ടൺ സിൽക്കുന്ന കളർ ചാർട്ട്. ഈ ബാക്ക് കാണുന്നൊക്കെയാണെങ്കിലോ ഇതെല്ലാം അതിന്റെ കളർ ചാർട്ടുകളാണ്. അതിപ്പോ ജസ്റ്റ് ഇതൊരു ഡിസൈനിൽ വരുന്ന ഐറ്റം. ഇങ്ങനെ പല കളേഴ്സ് ഡിസൈനിൽ ഏകദേശം ഒരു 10-15 കളറോളം 15 കളേഴ്സോളം കളർ ചാർട്ടാണ്. ഇതെല്ലാം നോക്കിക്കോട്ടെ പല കളേഴ്സ് വരുന്ന ഐറ്റംസ് ആണ് ഇത്. ഇതാണെങ്കിലോ ഇത് പോളിക്കോട്ടൺ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. പോളിക്കോട്ടൺ ജസ്റ്റ് ഇതൊക്കെ പല പ്രായമുള്ള ആൾക്കാർക്കും വരുന്ന ഐറ്റംസ് ആണല്ലേ. ഇതിലും ആവറേജ് ഇതേപോലെ 10-15 കളർ വരും ഒരു ഡിസൈൻ. ഒരു ഡിസൈൻ തന്നെ ഒരു 10-15 കളേഴ്സ്.
ഇപ്പം ഇതൊരു സെക്ഷൻ മാത്രമാണ്. നെക്സ്റ്റ് ആണെങ്കിലോ അടുത്തത് ഇവിടെ ഹാൻഡ്ലൂം ഉണ്ട്. ഹാൻഡ്ലൂം ഐറ്റംസ് ആണ് ഇതൊക്കെ. നോക്കുന്നത് ഹാൻഡ്ലൂമിന്റെ ഐറ്റംസ് ആണ്. അതായത് പക്ക നോക്കിയാൽ കിട്ടിയില്ല ഹാൻഡ്ലൂമിന്റെ ഒക്കെ നല്ല പല പല കളേഴ്സിൽ. ഇതിപ്പോ നമുക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് 50-60 വയസ്സുള്ള ആൾക്കാർക്ക് ലൈറ്റ് കളേഴ്സ് അല്ലേ? ലൈറ്റ് കളേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്ക് മെയിൻ ആയിട്ട് ഡെയിലി ജോബിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഹോൾസെയിൽ ലെവലിൽ നോക്കുക. അവരും കൂടെ പറയും, നമ്മൾ എപ്പോഴും ഒരു കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോൾസെയിൽ ഐറ്റംസ് കുറച്ച് ഏജിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഹാൻഡ്ലൂം കോട്ടൺ സെക്ഷൻ ആണ്. അത് എല്ലാ കളേഴ്സും ഇതൊക്കെ പുതിയ കളേഴ്സ് ആണ് അല്ലേ? ഇത് നമ്മുടെ ബാങ്കോ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. സ്വന്തം ബ്രാൻഡാണല്ലോ ബാങ്കോ ബ്യൂട്ടി. എന്താണ് ബാങ്കോ ബ്യൂട്ടി? ബാങ്കോ ബ്യൂട്ടി അത് നമ്മൾ നോവൽറ്റിയുടെ സ്വന്തം ഐറ്റംസ് ആണ്. ഈ കാണുന്ന സെക്ഷൻ വരികയാണെങ്കിൽ ഇതാണെങ്കിലോ ഇതും ബാങ്കോ ബ്യൂട്ടിയിൽ നമ്മൾ ഈ ചുങ്കടി ടൈപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആണിത്. ചുങ്കടി ഐറ്റംസ്, ബാട്ടിക്, ചുങ്കടി അങ്ങനെയുള്ള ഡിസൈനുകളാണിത്. കാണുന്നത് അല്ലേ? സിമ്പിൾ ഐറ്റംസ് അല്ലേ? സിമ്പിൾ ഐറ്റംസ്. ഇതൊക്കെ മോഡൽസ് ആട്ടാ. അത് ശരിക്കും വെച്ചാൽ നമുക്ക് എല്ലാ സാരിയും കാണണമെങ്കിൽ ഒരു മണിക്കൂർ പോരാ അല്ലേ? ഇല്ല, സമയം ഒരുപാട്. ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നോവൽറ്റിയിലുണ്ട്. ഇതൊക്കെ നോക്കിക്കോ. ഇപ്പൊ ഈ സെക്ഷൻ ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. അവിടേക്കാണെങ്കിലോ അവിടെ ആകുമ്പോൾ നമ്മുടെ കേരള ട്രഡീഷണൽ ഐറ്റംസ് ഐറ്റംസ് നോക്കിയ നമ്മൾ അടിപൊളി ഓണത്തിനൊക്കെ നമുക്ക് ഇപ്പൊ പൊളിച്ചടുക്കിയ ഐറ്റംസ് ഒക്കെ സാരീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ഷൻ ആയത്. അത് മുണ്ടും എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാ കേരള ലെവലിൽ കേരള സാരീസിന്റെ ഒരു സെക്ഷൻ ആണ് ഇത്. ഇതെല്ലാം സെറ്റ് മുണ്ട് ഐറ്റംസ്. സെറ്റ് മുണ്ട് ഐറ്റംസ്. സെറ്റ് മുണ്ടിൽ തന്നെ നമുക്ക് സിംഗിളും വരുന്നുണ്ട്, ഡബിളും. ഡബിൾ കര ലെവലില് ഡബിൾ, അതായത് കൊടുക്കുന്ന പോർഷന്റെ 4 മീറ്റർ ഡബിൾ നമ്മുടെ മുണ്ട് ഈ ലെവലിൽ ഡബിളും സിംഗിളും ഉണ്ട് അല്ലേ? സിംഗിളും ഉണ്ട്. ജസ്റ്റ് കേരള സാരീസിന്റെ ഒരു 1.5 സെക്ഷൻ ഉണ്ടായത്. ശരിക്കും വെച്ചാൽ നമ്മളൊരു ഷോപ്പിന്റെ ഡബിൾ സൈസ് സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ പുടവ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പുടവ ഇതിൽ തന്നെ നമുക്ക് യൂണിഫോം ഐറ്റംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്നിച്ചിപ്പോ 10-20 പീസൊക്കെ 20 പീസൊക്കെ ആവശ്യമുള്ളവർക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ്, കൊടുക്കാൻ പറ്റും നമുക്ക് അല്ലേ? നമ്മൾ കേരള ഹാൻഡ്ലൂം സാരീസിന്റെ അതുപോലെ തന്നെ പല പല ഡിസൈൻ, സിംഗിൾ, ഡബിൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഉണ്ടാവും അല്ലേ? നമുക്ക് എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റില്ല. പല പല എല്ലാ പ്രിന്റിലും എല്ലാ ഐറ്റംസും ഉണ്ട്. അതാകുമ്പോൾ കോട്ടണിൽ ഉണ്ടാവും, കോട്ടണിൽ ടിഷ്യൂ കോട്ടൺ എല്ലാ ഐറ്റംസും, അതിൽ പ്രിന്റ്, എംബ്രോയിഡറി എല്ലാ ഐറ്റംസും ഉണ്ടാവും. എപ്പോഴും ഇതേ സ്റ്റോക്ക് ഉണ്ടാവും. ശരിക്കും ഓണത്തിനും വിഷുവിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കേരള സാരീസ് പോകുന്നത്. അല്ല, അതല്ലാണ്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ സെക്ഷൻ വരുന്നത് അല്ലേ? അത് കൂടാതെ നമ്മളിപ്പോ കേരള സാരീസ് ഈ സെക്ഷൻ ആണെങ്കിലോ ഇതിപ്പോ നമ്മുടെ മുണ്ടിന്റെ ഐറ്റംസ് ആണ്. മുണ്ടിന്റെ ജെൻസിന്റെ, അതായത് ക്രീം, വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ലുങ്കി, കാവി ഐറ്റംസ്. മൊത്തം ആണുങ്ങൾക്ക് ജെൻസിന് വേണ്ടിയിട്ട് ലുങ്കി, മുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ മുണ്ടുകൾ, ഡബിൾ മുണ്ടുകൾ, കല്യാണ മുണ്ടുകൾ, എല്ലാ ഐറ്റംസും ഉണ്ടാവും. അതൊക്കെ ഇപ്പൊ നല്ല ബഡ്ജറ്റ്. ഇതൊക്കെയാണെങ്കിൽ 4 സിംഗിൾ ആണ്. അതൊക്കെ ഡബിൾ മുണ്ട് വരുന്നത്. പിന്നെ ഇതുപോലെ ടിഷ്യൂന്റെ മുണ്ടൊക്കെ ഇതൊക്കെ ഇപ്പൊ മെയിൻ ഇപ്പൊ ട്രെൻഡ് അല്ലേ? മാരേജിനൊക്കെ, കല്യാണത്തിനൊക്കെ പൊളിക്കാൻ വരുന്ന വെറൈറ്റി നല്ല അടിപൊളി ബ്രാൻഡ് മുണ്ടുകൾ, ടിഷ്യൂന്റെ. ഇതേപോലെ ഷർട്ടും കിട്ടുന്നു അല്ലേ? ഇവിടുത്തെ കിട്ടും നമുക്ക് ഉണ്ടല്ലേ? ജസ്റ്റ് ഒക്കെ മൊത്തം മെൻസിനോട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല മെറ്റീരിയൽസും എന്ത് വേണ്ട സാധനങ്ങൾ. അത് ശരിക്കും വെച്ചാൽ നോവൽറ്റി എന്ന് പറയുന്നത് A to Z ഹോൾസെയിൽ എല്ലാം കിട്ടും, ഹോൾസെയിൽ ലെവലിൽ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ വേറെ സെക്ഷൻ, അതായത് നമ്മുടെ മൗസാരീസ്, അതായത് ഉത്തർപ്രദേശിലെ മൗസാരീസ്, അതുപോലെ തന്നെ സൂറത്ത് വീങ്ങക്ക് വരുന്ന ഒരു സെക്ഷൻ ആണ് ഇത്. ബ്രോ, ഇതിപ്പം എന്ത് ഐറ്റംസ് വരുന്നത്? ഇത് മൗസാരീസ് ഈ സാധാരണക്കാർക്ക് പറ്റിയതാ, നല്ല ബഡ്ജറ്റ് റേറ്റിൽ പറ്റിയതാ. ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇതൊക്കെ മൗസാരീസിന്റെ സെക്ഷൻ ആണ്. ബഡ്ജറ്റ് റേറ്റിൽ സാധാരണക്കാർക്ക് മാത്രമായിട്ടുള്ളത് ഒരു സാധനം ഐറ്റംസ് അല്ലേ? ഇതൊക്കെ ബ്രാൻഡ് വരുന്നത്? ഇതില് മെയിൻ ആയിട്ട് മൗസാരീസിൽ തന്നെ പ്രീതി. ഈ ബാക്ക് കാണുന്നുണ്ടോ പ്രീതി? ഈ ബ്രാൻഡ് ഇതൊക്കെ പ്രീതി ബ്രാൻഡാണ്. നല്ല അടിപൊളി കളേഴ്സിൽ നമുക്ക് ഒരുപാട് ചാർട്ട് കാണുന്നുണ്ട്. ഇത് മൊത്തം അല്ലേ? നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല പട്ടുസാരി പോലുണ്ട്, പക്ഷെ നല്ല ബഡ്ജറ്റിൽ വരും, കിട്ടും നമുക്ക്. ഒരുപാട് നോക്കി ജസ്റ്റ് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ നോക്കിയാണെങ്കിലും ഈ ബാക്ക് കാണുന്നതാണോ? എല്ലാം തന്നെ ബണ്ടിൽ ബോഡി നല്ല കിട്ടുന്ന ഡിസൈൻസ് ഒക്കെ കേട്ടോ. കാണാൻ നല്ല ബഡ്ജറ്റിൽ നമുക്ക് സാധാരണക്കാർക്കൊക്കെ കൊക്കെ ലെവലിൽ കിട്ടും, വാങ്ങിക്കാൻ പറ്റും. ഹോൾസെയിൽ ലെവലിൽ കച്ചവടത്തിന് വേണ്ടി മാത്രമാണ്. നമ്മളിപ്പം ബഡ്ജറ്റിൽ വരുമ്പോൾ സിംഗിൾ ഒരിക്കലും കിട്ടില്ല. നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം. ഫോർ എക്സാമ്പിൾ, പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കും, ഓൾറെഡി ടെക്സ്റ്റൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും, ടെക്സ്റ്റൈൽ ഷോപ്പും, ഇനി ബൊട്ടിക്ക് എല്ലാത്തിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. നല്ല പ്രീമിയം ബഡ്ജറ്റിൽ തന്നെ സാരീസ് ചെയ്ത് അതിന്റെ ഒരുപാട് ഐറ്റംസ് ഈ സെക്ഷനിൽ കാണാനുണ്ട്. ഈ താഴെ സെയിം തന്നെയാണോ? ഇതൊക്കെ സാധാരണക്കാർക്ക് പറ്റിയ കളേഴ്സ് അല്ലേ? ഒരുപാട് കളേഴ്സ് കിട്ടാണ്ട് സാധാരണക്കാർക്ക് ബഡ്ജറ്റിൽ ഒരുപാട് കളേഴ്സ് കിട്ടും. ഒരുപാട് കളേഴ്സ് കിട്ടും, ഇഷ്ടം പോലെ. നല്ല ഫിനിഷിംഗ് കേട്ടോ. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത്. ഉത്തർപ്രദേശിലെ മൗ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നോണ്ട് ഇത് മൗ സാരീസ് വരുന്നത്. അടുത്ത സെക്ഷനൊക്കെ ആണെങ്കിലോ? അടുത്ത സെക്ഷനിൽ സൂറത്ത്, നമ്മുടെ ഗുജറാത്ത്. ഇവിടെയാണോ? ഇത് കണ്ടോ, ഗുജറാത്തിലെ സൂറത്തിൽ നെയ്തെടുക്കുന്ന നല്ല ഡിസൈൻ ഐറ്റംസ് ഒക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. അത് അവിടെയാണെങ്കിൽ ഉത്തർപ്രദേശ്, ഇവിടെയാണെങ്കിൽ ഗുജറാത്ത്, സൂറത്ത് കേട്ടോ.
സൂറത്തിനൊക്കെ നല്ല ബി ഇതൊക്കെ സൂറത്ത് വരുന്നത് സൂറത്തിൽ ഇതും ബഡ്ജറ്റ് ലെവലാണോ? ഇത് ബഡ്ജറ്റ് ലെവലാ. ഇതുണ്ട് സാരീസിന്റെ ഒക്കെ ബിസിനസ് ചെയ്യാൻ, സാരീന്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള നേരെ നമ്മുടെ നോവൽറ്റിയിലേക്ക് വന്നാൽ മതി. ആയിരക്കണക്കിനല്ല 10,000 സാരി നമുക്ക് ഇവിടെ കിട്ടാണ്ട്. ഇതൊക്കെ നല്ല ബഡ്ജറ്റ് ലെവലിൽ കിട്ടും, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊക്കെ കാണുന്ന മൊത്തം ഉണ്ടല്ല സൂറത്ത് നിന്ന് വരുന്ന ഐറ്റംസ് ആണ്. കുറേ കളർ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാണ്ട്. ഈ ബാക്ക് കാണുന്നതാണെങ്കിലും എല്ലാം ഈ ഒരു ഏരിയ മൊത്തം സാരിയാണ്. സാരി ഈ ഫ്ലോർ മൊത്തം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വരുന്നുണ്ട് അടിപൊളി സാരീസ് കേട്ടോ. അതൊക്കെ നോക്കട്ടെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വരുന്ന സാരികളുടെ 1.5 കളക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ ചെറിയ റേഞ്ച് കിട്ടും അല്ലേ? ഇതൊക്കെ ബഡ്ജറ്റ് റേഞ്ചാ. സാധാരണക്കാർക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ട് നല്ല സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ മൗ സാരീസും ഗുജറാത്ത് സൂറത്ത് സാരീസിലെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ബംഗാൾ കോട്ടൺ സാരി. വെസ്റ്റ് ബംഗാളിലെ ബംഗാൾ കോട്ടൺ സാരി സെക്ഷൻ. ഇതിന്റെ കോട്ടൺ അല്ലേ? ടീച്ചേഴ്സ് ആണ് കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത്. ടീച്ചർ നമ്മളെ അധ്യാപികമാരൊക്കെ ഡെയിലി യൂസിന് അതിന് പറ്റിയ നല്ല സിമ്പിൾ അല്ലേ? ഉടുത്തൊക്കെ കഴിഞ്ഞാൽ നല്ല കംഫർട്ട് ആയിരിക്കും. അതിന്റെ സെക്ഷൻ അതിന്റെ ഒരു ഇതൊക്കെ ബംഗാൾ കോട്ടൺ സാരിയാണ്. പല ഡിസൈൻസ് ഐറ്റംസ് വരുന്നുണ്ട്. ഇത് ഞാൻ ചോദിക്കാൻ ഇപ്പം ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ലെവൽ സാധനമാണോ? ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ. ഇതൊക്കെ സാമ്പിൾ ആണോ അല്ലേ? ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോ സാമ്പിൾ ആണ്. ഗോഡൌണിലാണ് ഇതിന്റെ ഒക്കെ 100 കണക്കിന് 1000 പീസ് നമുക്ക് കിട്ടും. ഇഷ്ടം പോലെ ഉണ്ട്. ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾസ് ആണ്. പല കളേഴ്സ് വയ്ക്കോ. ഇതെല്ലാം പല കളേഴ്സ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് പുതിയ ഇങ്ങനെ വന്നോണ്ടിരിക്കും. കാരണം ടീച്ചേഴ്സ് ഒരുപാട് കൊള്ളുന്നുണ്ട്. ബംഗാൾ കോട്ടൺ പോകുന്നു, ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ടീച്ചർമാരുണ്ട്. ടീച്ചർമാരെ മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ട് വന്ന ടീച്ചർ ഉപയോഗിക്കുന്നത് ഇതൊക്കെ അതിന്റെ സെക്ഷനാണ്. ബംഗാൾ കോട്ടൺ സാരീസിന്റെ ഒരു സെക്ഷനാണ് ഇത്. അപ്പർ സെക്ഷൻ നോക്കിയാൽ ബനാറസ് വാരണാസി ബനാറസ് സാരി ഒരുപാട് കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ ഐറ്റം അല്ലേ? ഇതുണ്ട് ബനാറസ് സാരീസിന്റെ നല്ലൊരു കളക്ഷൻസ് ഈ കാണുന്നത്. നമുക്ക് എല്ലാ മോഡൽസ് കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു വീഡിയോ ഒതുങ്ങൂല. അത്ര ഡിസൈൻസ് ഉണ്ട് അല്ലേ? അതെ, അത്രയും ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെ നോക്കിട്ടോ ബനാറസ് സാരീസിന്റെ ഒക്കെ നല്ല ബഡ്ജറ്റ് ലെവൽ ബനാറസ് സാരീസും കൂടെ വേണമെങ്കിൽ നോവൽറ്റിയിലേക്ക് വന്നാൽ മതി. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് അല്ലേ? അതിന്റെ കളേഴ്സ് ഇതുണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇതൊക്കെ കിടിലം മോഡൽ ബനാറസ് സാരീസിന്റെ ഒരു 1.5 കളക്ഷൻ. എന്റെ മക്കളെ ഇതുണ്ട്. ഹോൾസെയിൽ ആയിട്ട് ശരിക്കും അജിത് ബ്രോ ഒരു ഷോപ്പ് തുടങ്ങാൻ ഓൾറെഡി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണെങ്കിലും ഇനി പുതുതായി തുടങ്ങാൻ താല്പര്യം വരാൻ പറ്റേ? പിന്നെ ആർക്കും വരാം. ഏത് ഐറ്റങ്ങളും എന്ത് ഐറ്റമാണ് നമുക്ക് കിട്ടും. ഇതിപ്പോ ഇതൊക്കെ ബനാറസ് ആണോ? ഇത് ടസർ സിൽക്ക് സീക്വൻസ് വർക്ക് അതായത് നല്ല വർക്ക് ഐറ്റംസ് ആട്ടോ. ജസ്റ്റ് നോക്കാം, ടസർ സിൽക്കിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഇതൊക്കെ ബനാറസിന്റെ അല്ലേ? അതൊക്കെ ബനാറസിന്റെ ഫുൾ ബനാറസിന്റെ വരുന്നത്. ഇതാണ് ടസർ സിൽക്കിൽ. അതിന്റെ സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ല പക്ക പ്രീമിയം ആയിട്ട് കേട്ടോ. ഇതെല്ലാം സെറ്റപ്പ് സംഭവം അല്ലേ? ഇതൊക്കെ അതിന്റെ ഇതൊക്കെ ടസർ സിൽക്കിൽ വരുന്ന ഐറ്റംസ് ആണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മൾ ഓരോ സെക്ഷൻ കണ്ടു കഴിയുമ്പോഴേക്കും പല മോഡൽസ് നമുക്ക് കാണാൻ വരുന്നുണ്ട്. മോഡൽസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും, ചറപറ വന്നോണ്ടിരിക്കും. ഡെയിലി അപ്ഡേഷൻ ഇതുണ്ട്. ഇതൊക്കെ ടസർ സിൽക്കിന്റെ ഒരു സെക്ഷനാണ്. ഇത് പല കളർ ചാർട്ടാണ്, ഇത് വേറെ സെക്ഷൻ കളർ ചാർട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ലക്ഷക്കണക്കിന് സാരി ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും. എപ്പോഴും ലക്ഷക്കണക്കിന് സാരികളുള്ള ഒരു സെക്ഷൻ കൂടിയാണ് നമ്മുടെ നോവൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബംഗാൾ സാരി കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ അജിത് ബ്രോ ഇതിപ്പോ എന്തിന്റെ സെക്ഷൻ ആണ്? ഇത് ലാവണി പട്ടുവാട സെക്ഷൻ. അത് നമ്മുടെ കല്യാണത്തിനൊക്കെ അടിപൊളി ലാച്ചേന്റെ സെക്ഷൻ അല്ലേ? ഇതൊക്കെ നല്ല കിടിലം ഐറ്റംസ് ആണ്. ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ കിട്ടുമോ? ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ. ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ലെവലില് ബഡ്ജറ്റ് ലെവലിൽ കിട്ടുന്ന ഒരു സെക്ഷൻ ആണ്. ഇത് ലാച്ച, അതുപോലെ തന്നെ പിന്നെ പട്ടുവാട സെറ്റ് ഒക്കെ ഉണ്ടല്ലേ? ഇത് പട്ടുവാട കേരള. ഇത് നമ്മുടെ ഓണത്തിനും വിഷുവിനൊക്കെ ട്രെൻഡിലുള്ള ധാവണി സെറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് ലാച്ചിനൊക്കെ ഒരു കളർ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഇതെല്ലാം വെറൈറ്റീസ്. ഇതെല്ലാം ലാച്ചിന്റെ ജസ്റ്റ് ഒന്ന് രണ്ട് എടുത്ത് കാണിക്കുക. പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഐറ്റംസ്, നല്ല പേസ്റ്റൽ കളർ ഐറ്റംസ് ആണ്. ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ലെവലില് ബഡ്ജറ്റിൽ കിട്ടുന്ന സെക്ഷൻ ആണ്. ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടാവും. ഇഷ്ടംപോലെ ഐറ്റംസ്. ഇതൊക്കെ അതാണോ? ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലാച്ചന്റെ സെക്ഷൻ ആണ്. അത് നമുക്ക് പല റേഞ്ചിൽ കിട്ടും. നമുക്കെല്ലാം ഹോൾസെയിൽക്കാർക്ക് കിട്ടും, പ്രീമിയം വരെ. അത് ബഡ്ജറ്റ് ലെവൽ മുതൽ പ്രീമിയം റേഞ്ച് ലാച്ചന്റെ സെക്ഷൻ ആണ്. ഇത് ജസ്റ്റ് സാമ്പിൾ ആട്ടോ. ഇതിന്റെ ഒക്കെ 100 കണക്കിന് പീസുകൾ ഗോഡൌണിലുണ്ട് ഇഷ്ടം പോലെ. ഇതിന് മാറിക്കൊണ്ടിരിക്കും, ട്രെൻഡിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പെരുന്നാൾ ഐറ്റംസ്, ഓണം മാറി വരും അല്ലേ? അതാണ് നമുക്ക് എല്ലാം ബണ്ടിലൊക്കെ പൊട്ടിച്ച് കാണിക്കുക. ഇതൊക്കെ നല്ല ബണ്ടിൽ പാക്കിംഗ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ലാച്ചന്റെ
അതിന്റെ പല ട്രെൻഡ് വരുന്ന ഐറ്റംസ് ആണ് ലാച്ചാണ് ഇവിടെ വരുന്നത്. നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മൾ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ലാച്ചാണോ? ഇത് ലാച്ച പക്ഷേ ധാവണി ടൈപ്പ് അല്ലേ, തമിഴ്നാട് സ്റ്റൈലും തെക്കൻ കേരളത്തിലൊക്കെ കൂടുതൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുക. ഇതൊക്കെ ഉണ്ടാ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൊളിച്ചെടുക്കാൻ പറ്റുന്ന നല്ലതൊക്കെ നല്ല പ്രീമിയം കസാബ് ഐറ്റംസ് അല്ലേ, കൊള്ളാട്ടോ. ഇതൊക്കെ ഒരു തമിഴ്നാട് സ്റ്റൈല്, ഇന്ത്യ വിഷുവിനൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് ഇന്ത്യയിലെ എല്ലാവിധ മോഡൽ ലാച്ചേന്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. അതിന്റെയൊക്കെ ഒരു കോംബോ സെറ്റും അത് തന്നെ പട്ടുപാവണി ധാവണി സെറ്റ് അങ്ങനെ എല്ലാ സംഭവം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത് വെച്ചാണ്ടല്ല പ്ലെയിൻ സാരീസിന്റെ ഒരു സെക്ഷൻ ആട്ടോ. അതായത് ഫുള്ള് പ്ലെയിൻ സാരീസ്. അപ്പൊ ഇത് മൊത്തം പ്ലെയിൻ സാരീസ് ആണ്. ഇത് ശരിക്കും എന്താ മെറ്റീരിയൽ, എങ്ങനെ ഇത് ആരും ഉപയോഗിക്കുന്നത്? കൂടുതലും കോളേജ് കുട്ടികളാണ് യങ്സ്റ്റേഴ്സ് അല്ലേ, ചെറിയ കുട്ടികൾ നല്ല ഫ്രീക്ക് ലെവലിൽ കോളേജ് പരിപാടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് വെയിറ്റ് ഇല്ല. ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് ഇതൊക്കെ പ്ലെയിൻ സാരീസിന്റെ ഫുള്ള് കളേഴ്സ് ആട്ടോ. പല കളേഴ്സ് വരുന്ന പ്ലെയിൻസ്, ചെറിയ ഡിസൈൻസും ഇതൊക്കെ ചെറിയ ലൈൻസ് ഐറ്റംസ് അങ്ങനെ പല കാറ്റഗറി ഐറ്റംസ് ആണ് പ്ലെയിൻ സാരീസ് വരുന്നത്. ഇതിപ്പോ നമുക്ക് ഹോൾസെയിൽ കിട്ടും. എത്ര പീസാണ് കിട്ടും? ഒരുപാട് കളക്ഷൻ പ്ലെയിൻ സാരീസ് വരുന്നുണ്ട്. ഇതിങ്ങനെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുക, ക്വാളിറ്റി മാറും, ഡിസൈൻ മാറും, ഡിസൈൻ കളർ എല്ലാം ട്രെൻഡ് അനുസരിച്ച്. എസ്പെഷ്യലി കോളേജ് പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് കൂടുതൽ യൂണിഫോം ആയിട്ട് കൊടുക്കാം, കളർ കോഡൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു സെക്ഷൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലിനൻ സാരീസ് ആണ്. ലിനൻ കോട്ടൺ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ. ഇതിപ്പോ ലിനൻ സാരി, ലിനന്റെ നല്ല അടിപൊളി ട്രെൻഡിങ് ഐറ്റംസ് വരുന്നത് ഏറ്റവും ബ്ലാക്കിലൊക്കെ. ശരിക്കും ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ ഐറ്റംസ് വരുന്നത്. ഇൻഡിഗോ ബ്ലൂ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബ്ലൂ കളർ ഉണ്ട്, ബ്ലൂ കളർ, റെഡ്, പല ഡിസൈൻസിൽ പല കളേഴ്സിൽ നമുക്ക് ലിനനിൽ വരുന്നുണ്ട് അല്ലേ. എന്താ നല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ക്ലോത്ത് വരുന്നത്. ഇതൊക്കെ ഡിസൈൻസ് ഇങ്ങനെ മാറി വരുമോ? ജസ്റ്റ് നോക്കിക്കോട്ടെ. ലിനന്റെ ഒക്കെ നല്ല അടിപൊളി സാരീസ് ഹോൾസെയിൽ വേണമെങ്കിൽ നമ്മൾ നേരെ നൊവൽറ്റിയിലേക്ക് വന്നാൽ മതി. കിടിലം മോഡൽസ് പക്ക നല്ല പ്രിന്റ്, നല്ല അടിപൊളി പ്രിന്റ് ആയിരിക്കും അല്ലേ. ഇതിങ്ങനെ മാറി വരും, ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് ഡിസൈൻസിൽ വന്നുകൊണ്ടിരിക്കും. ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതൊക്കെ ലിനനിൽ വരുന്ന സെക്ഷനാണ്. ബാക്കിൽ കാണുന്ന മൊത്തം ഐറ്റംസും ലിനനിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതിപ്പോ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ലൈറ്റ് ഗ്രേ ഉണ്ട്, മജന്റ കളർ ഉണ്ട്. അങ്ങനെ ഇവിടെ നല്ല അത് ഒരേ ലെവലിൽ വേണമെങ്കിൽ നമുക്ക് എത്ര പീസ് കിട്ടും? ഒറ്റ ഡിസൈൻ തന്നെ കിട്ടും. 100 പീസ് കിട്ടും. 100 പീസ് നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും അല്ലേ. ഈ വൈറ്റ് ആണെങ്കിലോ? വൈറ്റ് ക്രിസ്മസ് സംബന്ധമായിട്ട് വന്നതാണ്. ഇപ്പൊ ക്രിസ്മസ് ആവാനായല്ലോ അല്ലേ. ഇപ്പൊ നവംബർ ആണ്, ഇപ്പൊ ഡിസംബർ ക്രിസ്മസിനൊക്കെ വൈറ്റ് ലെവലിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് ആണോ? ബഡ്ജറ്റ് ലെവലിൽ ഹോൾസെയിൽ, ഓൺലി ഹോൾസെയിൽ മാത്രം. അത് ക്രിസ്മസിനൊക്കെ നിങ്ങളുടെ ഷോപ്പുകളിലേക്കൊക്കെ നല്ല വൈറ്റ് കളർ സാരി വേണമെങ്കിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല ഡിസൈൻസിൽ. ഇതൊക്കെ ഒരു ഡിസൈൻസ് തന്നെ ഇങ്ങനെ ബണ്ടിലായിട്ട് വരുന്നേക്കും അല്ലേ. ഇതിങ്ങനെ ലിമിറ്റേഷൻ ബണ്ടിലായിട്ട് എടുക്കുന്ന ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഓരോ പീസ് മാറി എടുക്കാൻ പറ്റും അല്ലേ. ഇഷ്ടംപോലെ വൈറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. ഇതാണെങ്കിലോ ഇത് കളർ മാച്ചിങ് വന്നിരിക്കും, സെയിം ലെവൽ അല്ലേ. നല്ല ബ്രാൻഡ് ഐറ്റംസ് ആണ്, നല്ല ബ്രാൻഡ് ഫിനിഷ്ഡ് ഐറ്റംസ് ആണ്. ഫുള്ള് വിത്ത് സ്റ്റിക്കർ വർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഷോപ്പിലൊക്കെ നല്ല അലങ്കരിക്കാൻ പറ്റും പല കളേഴ്സിലെ ഐറ്റംസ് നമുക്ക് സാരീസ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഉണ്ട്. ഇതാണെങ്കിലോ ബ്ലാക്ക് കോമൺ വന്നിരിക്കണം, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനോട് അത്യാവശ്യം നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന ഐറ്റംസ് ആണ്. ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബ്ലാക്കിലാണെങ്കിലും വൈറ്റിലാണെങ്കിലും അങ്ങനെ ഏത് കളർ സാരി വേണം നമുക്ക് കിട്ടാനുണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതൊക്കെ വരുന്നത് സാരീസിന്റെ ഒരു കൊട്ടാരത്തൊക്കെ പറയാം. ശരിക്കും ഒരു ഫ്ലോർ മൊത്തം സാരീസിന് അത്രയും കളക്ഷൻസ്. ഇതാ റെഡ്, ഇതൊക്കെ മറ്റേത് ബ്ലാക്ക് റെഡ് വിത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് ലെവലൊരു കോമ്പിനേഷൻ ആയി കാണുന്നത്. ഇത് ഈ സെക്ഷൻ മൊത്തം നോക്കാം ഇങ്ങനത്തെ ബ്രാൻഡ് ലെവൽ ഐറ്റംസ്, എംബ്രോയിഡറി ഐറ്റംസും ഉണ്ട്, ഇതിൽ തന്നെ പ്രിന്റും ഉണ്ട്. എംബ്രോയിഡറി ഐറ്റംസും പ്രിന്റും അങ്ങനെ ഉള്ള എല്ലാ കിടലം മോഡൽസ് ആണ്. ഇതാണെങ്കിലോ ഇത് ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ്. ബഡ്ജറ്റ് റേഞ്ച് ഒക്കെ സിമ്പിൾ പ്രായമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അതിന്റെ കളക്ഷൻസ് ആണ്. അതൊരു ഏജ് ഒരു 40 35 ഒക്കെ ഉപയോഗിക്കുന്ന ആൾ, എസ്പെഷ്യലി കോളേജ് ടീച്ചർമാരും ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ല സാരീസ്. ഈ കാണുന്ന മൊത്തം നോക്കുകയാണെങ്കിലും ആ ഒരു കളക്ഷൻസിന്റെ വൈഡ് റേഞ്ച് ആട്ടോ. അപ്പൊ കോട്ടയം നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോ ഡിജിറ്റൽ പ്രിന്റിന്റെ സാരികളാണ്. ഡിജിറ്റൽ പ്രിന്റ് ഇവിടെ നോക്കി നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരീസ് കേട്ടാ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ. പൂക്കളും ഡിസൈൻസ് ഒക്കെ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ലെവലിൽ നോക്കി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അല്ലേ. ഒരുപാട് കളേഴ്സിൽ ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല രസമുണ്ട്. ഇത് ശരിക്കും വെച്ചോണ്ടല്ലോ ഈ വീഡിയോ ആണ് ചേച്ചിമാരൊക്കെ സിംഗിൾ പീസ് വെച്ച് വരും അല്ലേ. സിംഗിൾ പീസ് കൊടുക്കില്ല നമ്മള്. സിംഗിൾ പീസ് കൊടുക്കും. സിംഗിൾ മാച്ചിങ് ആണ്. ആണോ? ഒരു പീസ് കൊടുക്കും. അതെ, ഇതെല്ലാം സിംഗിൾ കളർ ആണ്. നമുക്ക് ഹോൾസെയിൽ ലെവലിൽ നമുക്ക് ഒരു പീസ് കിട്ടും. ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതൊക്കെ നല്ല ഡിജിറ്റൽ ടെസറിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ഐറ്റംസ് ആട്ടോ. നമുക്ക് ശരിക്കും വെച്ചാൽ ഇത് മൊത്തം കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് കാണിക്കാൻ അത്ര ഡിസൈൻസ് ഉണ്ട്. ഇത് ലിനനിൽ വരുന്ന നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണിത്.
ഇതൊക്കെ ശരിക്കും പക്ക എന്താ പറയാ ഫിനിഷിംഗ് ആയിരിക്കും. പക്ക ഫിനിഷ് കളർ ഗ്യാരണ്ടി കൊടുക്കാം. ഡിജിറ്റൽ പ്രിന്റ് ആണ്, കളർ ഒന്നും ഒരിക്കലും പോകില്ല, ഫെയ്ഡ് ആകുന്ന പ്രശ്നമില്ല. ഡിജിറ്റൽ പ്രിന്റ് ലെവൽ ഒരുപാട് ഐറ്റംസ് ആണ്. ഇതൊക്കെ നോക്കിക്കോട്ടെ, ഇതൊക്കെ പ്രിന്റ് ഒരുപാട് സെയിം, ഇതൊക്കെ സെയിം തന്നെയാണല്ലേ? ഡിഫറെന്റ് കളർ ഡിസൈൻ മാറുന്നത്, പച്ചയുണ്ട്, പല കളേഴ്സ് ആയിട്ട്. ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ഇത് തന്നെയാണോ? ഇത് ഡിജിറ്റൽ അല്ല, നോർമൽ പ്രിന്റ്. നോർമൽ പ്രിന്റ് ഡെയിലി വെയർ, കുറച്ച് ബഡ്ജറ്റ് റേഞ്ച് കുറഞ്ഞതല്ലേ, കുറഞ്ഞ ഐറ്റംസ്. ഇതാണെങ്കിൽ ഇതെല്ലാം സെക്ഷനാണ്. ഇത് നമ്മൾ ശരിക്കും ഓരോ സെക്ഷൻ വൈസ് ആയിരിക്കും ആക്കി വെച്ചിരിക്കും ഓരോ ലെവലില്. നമ്മൾ പല സെക്ഷൻ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? പ്രിന്റ് തന്നെ കുറച്ചുകൂടി ജോർജറ്റ് പ്രിന്റ്. പ്രിന്റിലെ ജോർജറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇതെല്ലാം എന്റെ മോൻ, ഇത് എത്രയാ ഡിസൈൻസ് അല്ലേ. ഇത് ശരിക്കും വെച്ചാൽ നമുക്ക് അപ്ഡേഷൻ എങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എവരിഡേ നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇത് ബാക്ക് കാണുന്ന എല്ലാം ഉണ്ടല്ലോ, നമുക്ക് ജോർജറ്റിൽ വരുന്ന പ്രിന്റ് ആണ്. ജോർജറ്റ് പണ്ട് മുതലേ ഇല്ല, പക്ഷെ ഐറ്റംസ് ആണ്. പക്ഷെ ഇതിപ്പോ പുതിയ ഡിസൈൻസ് ഇങ്ങനെ മാറി വരും. പല കാലം മുതലേ ജോർജറ്റ് ഷിഫോൺ സാരികൾ വർഷങ്ങളായിട്ടുള്ളത്. ഇപ്പൊ ഡിസൈൻസ് മാറി തുടങ്ങി. ഡിസൈൻ മാറി ചെറിയ പുതിയ പുതിയ കൺസെപ്റ്റുകൾ വന്നു തുടങ്ങി. ആൾക്കാരെ ചിന്താഗതി മാറുന്ന ഡിസൈൻസ് മാറി തുടങ്ങി. ഫാൻസി നേരത്തെ ചെറിയ പ്രിന്റുകളായിരുന്നു, കൂടുതൽ ഫാൻസി പ്രിന്റുകളും വന്നു. ലൈറ്റ് വെയിറ്റ് അല്ലേ? ലൈറ്റ് വെയിറ്റ്. ജോർജറ്റിലൊക്കെ നല്ല അടിപൊളി സാരി, ഷിഫോൺ സാരിന്റെ ഒക്കെ പുതിയ ട്രെൻഡിങ് മോഡൽ ഐറ്റംസ് ഒക്കെ നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസിലുണ്ട്. ഇപ്പം ശരിക്കും നമ്മുടെ എന്താ പറയാ, ഇത് നല്ല സോഫ്റ്റ് അല്ലേ, വെയിറ്റ്ലെസ്, ഹോൾസെയിൽ ലെവലിൽ ഒരുപാട് ഡിസൈൻ. ജോർജറ്റിലൊക്കെ വരുന്ന സാരീസിന്റെ സെക്ഷൻ ആയത് ജസ്റ്റ് താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി, എത്ര പൈസ കിട്ടും. അപ്പൊ ഗോൾഡ് ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ വന്നിരിക്കുന്നത് എംബ്രോയിഡറി, അത് വർക്ക് സാരികൾ. ഇതൊക്കെ നല്ല രണ്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ, മൾട്ടി കളറിൽ വരുന്ന അടിപൊളി വർക്ക് സാരികളൊക്കെയാണ്. ഇത് ക്രഷ് ഓർഗൻസ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ. അതിന്റെ ഡിസൈൻസ് ഇതിന്റെ കളർ സെയിം ഡിസൈൻ ആണ്, സെയിം ഡിസൈൻ, കട്ട് വർക്ക് ആണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. എന്താ ഒരു ഒരു പ്രീമിയം ലുക്ക് ഫിനിഷ് വരുന്ന ഐറ്റംസ് അല്ലേ. ഇതിപ്പോ സെയിം ഡിസൈൻ വേറെ കളേഴ്സ്, എന്തോ 6 കളേഴ്സ് ഉണ്ട്. എത്ര കളേഴ്സ്? 6 കളർ, 6 കളേഴ്സ് വരുന്നത്. അത് ഒറ്റ ഡിസൈൻ തന്നെ 6 കളേഴ്സ് വരും. ഈ ബാക്ക് കാണുന്നത് ഇത് വേറെ മോഡൽ. അതിന്റെ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ്, ഒരു ബഡ്ജറ്റ് റേഞ്ച് ചെയ്യുന്ന ഐറ്റം. കോട്ട മെറ്റീരിയൽ, കോട്ട മെറ്റീരിയൽ. ജസ്റ്റ് നോക്കിക്കോട്ടെ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ, നല്ല സിമ്പിൾ ലുക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടോ? അതെ. ഈ കാണുന്നതൊക്കെ ആണെങ്കിലോ അതിന്റെ കളേഴ്സ് ആട്ടോ. ഇത് ഈ ഒരു മോഡലിന്റെ അതിന്റെ കളർ വെറൈറ്റീസ് ഈ സെക്ഷനിൽ കാണുന്നത്. ബാക്ക് കാണുന്നെങ്കിലോ ഇതെല്ലാം ടെസറാണ്, കുറഞ്ഞ റേഞ്ചിൽ അല്ലേ. ടെസറിൽ വരുന്ന വർക്ക്, ഇത് എംബ്രോയിഡറി ലെവലിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ വർക്ക് ഉണ്ടാവും കേട്ടോ. പല കളേഴ്സിലുണ്ട്, പല ഡിസൈൻസിലുണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടോ. സാരീസ് തന്നെ ഇപ്പൊ എനിക്കൊന്ന് ഈ ഫ്ലോറിൽ 1 ലക്ഷം സാരി ഉണ്ടാവും അല്ലേ. നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സാരികളാണ് ഇവിടെ ഇങ്ങനെ സെയിൽ ചെയ്ത് തരുന്നത്. അതിന്റെ കളേഴ്സ് ഒറ്റ ഡിസൈൻ ചെയ്ത കളേഴ്സ് ആയി കാണുന്നത്. അങ്ങനെയൊക്കെ എല്ലാത്തിനും ഇതുപോലെ ഉണ്ടാവും അല്ലേ. എല്ലാത്തിനും 6 കളർ മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. ഒരേ ഡിസൈൻ തന്നെ മിനിമം 6 കളർ ഉണ്ടാവും. ഇതാണെങ്കിലോ ഇത് കുറച്ച് പ്രീമിയം വർക്ക് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതിപ്പം ഇത് ഈ കാണുന്ന മോഡൽ ഐറ്റംസ് ആണോ? അല്ല. ഇത് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഫുൾ വർക്ക്, ഇത് കുറച്ച് ഹെവി വർക്കാണ് അല്ലേ. ആപ്ലിക് വർക്ക് വരുന്ന ഐറ്റംസ്. കൊള്ളാട്ടാ, നല്ല പേസ്റ്റൽ കളേഴ്സ് വരുന്ന ഐറ്റംസ് ആണ്. അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഒരു പിസ്ത ഷെയ്ഡ് അല്ലേ, പിസ്ത വരുന്ന ഐറ്റം ആണ്. ലാവൻഡർ കളർ ഉണ്ട്, റോസ് ഉണ്ട്, ലൈറ്റ് യെല്ലോ ഉണ്ട്, സാൻഡൽ കളർ ഉണ്ട്, പീച്ച് കളർ. കൊള്ളാട്ടാ. ഇത് അങ്ങനെ ഇതൊക്കെ ഒരേ ഒറ്റ ഡിസൈൻ നമുക്ക് പല കളേഴ്സ് ഷെയ്ഡും നമുക്ക് വെറൈറ്റീസ് കൂടെ കിട്ടാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ ടിഷ്യൂ സാരീസ് ഉണ്ട്, ടിഷ്യൂല് എംബ്രോയിഡറി കാണാൻ ഒരു ഗോൾഡ് ഫിനിഷ് അല്ലേ, ലൈറ്റ് ടിഷ്യൂല് എംബ്രോയിഡറി ചെയ്യുന്ന ഐറ്റംസ് ആണ്. സിംഗിൾ കളർ ആണ്. ഇതൊക്കെ ശരിക്കും ഓണത്തിന്റെ സമയത്തൊക്കെ ഇങ്ങനെ അത്രയും ചൂടപ്പം പോലെ പറ്റുന്ന ഐറ്റംസ് അല്ലേ. യൂണിഫോം കളർ കോഡിലെ നമുക്ക് യൂണിഫോം ആണെങ്കിൽ എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ കോഡിന് പറയുന്നത്. അത് നമുക്ക് ശരിക്കും സാരീസ് തന്നെ നമുക്ക് ഒരു പീസ് തന്നെ കളർ കോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മിനിമം അങ്ങനെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? മിനിമം ഇല്ല അല്ലേ. ജസ്റ്റ് താഴെക്കാട് നമ്പർ, കൂടുതൽ ടിക്കറ്റ്സ് അറിയുമ്പോൾ താഴെക്കാട് നമ്പർ വിളിച്ചാൽ മതി. അപ്പൊ നമ്മുടെ സാരിയുടെ ഒരു 1.5 സെക്ഷൻ കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാണ്ടല്ലോ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഏരിയ ആണ്. അത് ഒരുപാട് ബ്രാൻഡ് ലെവലിലെ ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് ഇവിടെ നമ്മളൊരു ബ്രോനെ പരിചയപ്പെട്ടായിരുന്നു. റനീഷ് ബ്രോ നമസ്കാരം. ഇത് വെച്ചാൽ നമ്മുടെ മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ ഇത് മൊത്തം ഇത് എത്ര ലക്ഷക്കണക്കിന് പീസ് ഉണ്ടല്ലോ. നമ്മുടെ നമ്പർ ഓഫ് ഡിസൈൻസ് ഇപ്പൊ തീരാത്തത്രം കളക്ഷൻസ് ഉണ്ട്. ഇത് മൊത്തം സാമ്പിൾ ആണ്. ഞാനപ്പോ അതിലെ കുറച്ച് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ
പരിമിതികളുണ്ടല്ലോ. മൊത്തം കാണിക്കണമെങ്കിൽ ഒരു സിനിമ 2.5 മണിക്കൂർ. ഇതിപ്പം എവിടെ എങ്ങനെ ബഡ്ജറ്റ് റേഞ്ച് വരെ പ്രീമിയം വരെയുള്ള റേഞ്ച് ഉള്ള ഐറ്റംസ് ഉണ്ട്. എങ്ങനെ ബ്രാൻഡ് ബ്രാൻഡ് നമ്മുടെ വെറൈറ്റി, ദീപ്തി, സുഹാഗ്, ആ 3 ബ്രാൻഡാണ് മെയിൻ ഇവിടെ കാണിക്കുന്നത്. ഇതിന് ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് നല്ല സോർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മോഡൽസ് ഉണ്ടാക്കിയാലോ? നമുക്കില്ല, കുറച്ച് മോഡൽസും കാണാം, അതിന്റെ കളർ ചാർട്ടും കാണാം. ഇത് എന്ത് പറ്റിയല്ലാണ്? ഇത് ബനാറസി സിൽക്ക്. ബനാറസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര ട്രെൻഡിങ് ഓടിക്കുന്ന ഐറ്റം കേട്ടോ. ബനാറസി സിൽക്ക് വരുന്ന അതിന്റെ ദുപ്പട്ടയും ബനാറസി വരും. ജെറി ബോർഡർ, നല്ല വെറൈറ്റി ഐറ്റം ഉണ്ട് അല്ലേ? ഇതിന് എത്ര കളേഴ്സ് വരും ഏകദേശം? ഇത് 2000 above ഒക്കെ വന്ന ഐറ്റംസ്. ഇത് നമുക്ക് ഹോൾസെയിൽ ആയ കാരണം എല്ലാം അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. ഹോൾസെയിൽ നമുക്ക് വില പറയാൻ കഴിയില്ല. ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് എല്ലാ സാധനവും കളറുകൾ ഇങ്ങനെയാണ് വന്നത്. അതിന്റെ കളേഴ്സ് ആണ് മൊത്തം. അതിന്റെ കളേഴ്സ്, ഇതിന്റെ കളേഴ്സ് ആണ് കാണുന്നുണ്ട്. നല്ല ബനാറസി സിൽക്കിൽ വരുന്ന നല്ല വെറൈറ്റി മോഡലാണ്. ജസ്റ്റ് നോക്കിക്കോട്ടാ, കിടലം ഐറ്റംസ്. രണ്ടാമത്തെ ഡിസൈൻ നെക്കൊക്കെ നല്ല അടിപൊളി വർക്കൊക്കെ അല്ലേ? നമുക്ക് ജസ്റ്റ് നോക്കിക്കോട്ടോ, നല്ല വർക്കാണ്. കിടലം മോഡൽസ് ആണ് നമ്മൾ ബനാറസിൽ നിന്ന്. ഇതിന്റെ കുറേ ഡിസൈൻസ് ഉണ്ടാവും. ഇതിന്റെ കുറേ ഡിസൈൻസ് ഉണ്ട്. ഞാൻ എണ്ണത്തിൽ എടുക്കാൻ പറ്റില്ല. മോഡൽസ് നമ്മൾ കുറച്ച് മോഡൽസ് കാണിക്കുന്നതാണ്. അതിന്റെ കളർ ചാർട്ട് മോഡൽസ് ഒന്ന് ഐഡിയക്ക് വേണ്ടി മാത്രം. അതിന്റെ കളേഴ്സ് ഇപ്പൊ കാണിച്ച മോഡലിന്റെ കളേഴ്സ് ആണ് ഏകദേശം ഒരു 3, 4, 5, 6 ഡിസൈൻ വരുന്നുണ്ട് അല്ലേ? സോറി, 6 കളേഴ്സ്. ഒരു ഡിസൈൻ 12 കളർ വരെ വരും ഒരു ഐറ്റത്തില്. വെറൈറ്റി തന്നെ ബ്രാൻഡ് അല്ലേ? വെറൈറ്റി എന്ന് പറഞ്ഞത്. അടുത്തൊരു മോഡൽ നോക്കിക്കോട്ടോ. ഒരു വി ഷേപ്പ് നെക്ക് മോഡലാണ്. ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട. ഇത് അത്യാവശ്യം നല്ല ഒരു ലക്ഷറി പ്രീമിയം പാർട്ടി വെയർ, ഫംഗ്ഷൻ വെയർ ഒക്കെ പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡിസൈനിലാണ്. അതിന് കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇപ്പൊ 4 കളേഴ്സ് ഇതുണ്ടാ. അത് നമുക്കുണ്ടല്ലോ ശരി വെച്ചാൽ ഹോൾസെയിൽ ലെവലിൽ ഒരു ബൊട്ടിക്ക് അതുപോലെ തന്നെ ലേഡീസ് സ്റ്റോർ ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഹോൾസെയിൽ ലെവൽ വാങ്ങിക്കാൻ വരുന്ന ഐറ്റംസ് ആണ് ഇത്. നല്ല ബ്ലാക്ക് പ്രീമിയം. അടുത്തത് വന്നത് ബ്രാസോ ഷോളില് ജോർജറ്റ് അല്ലേ? ദുപ്പട്ടൊക്കെ വരുന്നുണ്ട്. ഫ്ലോറല് വെറൈറ്റി മോഡൽ അല്ലേ? അതിലൊരു 3-4 കളേഴ്സ്. അതില് ദുപ്പട്ടയുടെ ബ്ലാക്ക് കോമൺ ആയിരിക്കും. ദുപ്പട്ടയുടെ കളർ ചേഞ്ചും കളർ. കിടലും നല്ല മോഡൽസ് കേട്ടോ. ജസ്റ്റ് നോക്കിക്കോ. ഇതൊക്കെ ബ്രാസോടെ തന്നെ വർക്കിൽ വരുന്നത്. വർക്ക് വരുന്ന ഐറ്റംസ്, സീക്വൻസ് വർക്ക്. അയ്യോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ കസ്റ്റമേഴ്സ് ഇതൊക്കെ കാണാൻ അത്ര ഇൻട്രസ്റ്റ് ആൾക്കാർ. കാരണം വെച്ചാൽ ഹോൾസെയിൽ കച്ചവടക്കാർ ഇങ്ങനത്തെ ഡിസൈൻസ് എവിടെ കണ്ടിട്ടുണ്ടാവില്ല, കാണിച്ച് തീരൂല. നമ്മൾ തുണിക്കട നോക്കുന്ന നടത്തുന്ന ആൾക്കാരൊക്കെ വന്നോ. ഇവിടെ ചാകരയാണ്, ചാകരത. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ ഒക്കെ ഏറ്റവും ട്രെൻഡിങ് മോഡൽ ഐറ്റംസ് നമ്മുടെ എന്താ പറയുക വെറൈറ്റി ആയിട്ട് ബ്രാൻഡിലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസ് എറണാകുളം. ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓൺലി ഹോൾസെയിലാണ്, നമുക്ക് റീറ്റെയിൽ കിട്ടില്ല. ഇത് എന്ത് മോഡൽ? ഇത് വിചിത്രയില് വർക്ക്. നല്ല വർക്ക് കേട്ടോ. നല്ല ഫാൻസി ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തേക്കണം. പ്രീമിയം മോഡൽ കേട്ടോ. ജസ്റ്റ് നോക്കിക്കോ. നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നിനൊന്നിന് മെച്ചമുള്ള കളേഴ്സ് നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് കേട്ടാ. സെലക്റ്റീവ് ഐറ്റംസ്. എല്ലാ ഐറ്റത്തിന്റെയും എല്ലാ ഏരിയന്ന് തന്നെ ഒരേ സാമ്പിൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിച്ച് പോലെ അത്രയും കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് നോക്കിക്കോട്ടെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ സ്ഥാപനമാണ് ജോർജറ്റില്. കലങ്കാരി പ്രിന്റുകളാണ്. കലങ്കാരി പ്രിന്റ് വരുന്നത് അല്ലേ? പുതിയ കളേഴ്സ് ആണ് അല്ലേ? ഇത് 365 ദിവസം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. 24/7 365 ഡേയ്സ് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. അതിൽ വരുന്ന കളേഴ്സ് കേട്ടോ. നല്ല കളേഴ്സ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ. നമുക്ക് എല്ലാ മോഡൽസും കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്, പറ്റില്ല. അത്രയും പരിമിതികളോടാണ്. എന്നാലും നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയ സാധനങ്ങളാണ് ഞാനിപ്പോ കാണിക്കുന്നത്. ജസ്റ്റ് നോക്കിക്കോട്ടെ. അട്രാക്റ്റീവ് ഉണ്ട്. എല്ലാം നമുക്ക് ഇതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് ക്രോഷ്യ ഡിസൈൻസ് ആണ് വരുന്നത്. അതിന്റെ 6 കളേഴ്സ്. അതിന്റെ 6 കളേഴ്സ് ആയത് ഓരോ നോക്കിക്കോ. അടിപൊളി കളേഴ്സ് വരുന്നത്. പൊളി ഐറ്റംസ്. ഇതൊന്ന് ബ്ലാക്കിൽ കോമ്പോ. ബ്രാസോ വിത്ത് മിറർ വർക്ക് കേട്ടോ. നല്ല മിറർ വർക്ക്. തിളങ്ങും. വെയിലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് അടിച്ച് തിളങ്ങുന്ന ഐറ്റംസ്. ഫംഗ്ഷൻ വേറെ മാറി നിൽക്കണം. ആൾക്കാരുടെ ലുക്ക് വേറെ ലെവലാവും. അത് ബ്ലാക്ക് കോമൺലി ദുപ്പട്ടയുടെ കളർ വേറെ വരും. ഇത് കളേഴ്സ് പറയണോ? ബ്ലാക്ക് കോമൺ ദുപ്പട്ട കളർ ചേഞ്ച് ചെയ്യും അല്ലേ? ഓരോ ഇഷ്ടമാണല്ലോ. അപ്പൊ ആ ലെവലിൽ നമുക്ക് ഓരോ ഷോപ്പിലൊക്കെ ബുട്ടിക്കിലൊക്കെ ആണെങ്കിൽ 4 കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് വിറ്റ് പോകും. അത്രയും വെറൈറ്റി ഐറ്റംസ്. ജസ്റ്റ് നോക്കിക്കോട്ടാ. ദുപ്പട്ടയുടെ അതിന്റെ ഒരു ലുക്ക് കണ്ടോ. നല്ല കിടിലം മോഡല് ഐറ്റംസ് ആണ്. ജസ്റ്റ് നോക്കാം. അടുത്തൊരു മോഡല് ഇത് ജോർജറ്റില് നമ്മ ഹെവി ബോർഡർ നല്ല കിടില എംബ്രോയിഡറി വർക്ക് വരുന്ന ഐറ്റംസ് കേട്ടോ. 6 കളേഴ്സ്. കളർ ചാർട്ടിന്റെ കാര്യം ഒന്നിനൊന്ന് മെച്ചം. 5 കളേഴ്സ് എക്സ്ട്രാ വേറെ ടോട്ടൽ 5 കളേഴ്സ് വരുന്നുണ്ട്. ഇത് നോക്കിക്കോ. ജസ്റ്റ് നോക്കിക്കോ. ഇതൊക്കെ അതിൽ വരുന്ന ഐറ്റംസ് ആണ്.
ഇതെന്ത് മോഡലാണ്? ജൂട്ടിൽ വന്ന ഐറ്റംസ് ആണ്. ജൂട്ടില് ചണ നമ്മുടെ നല്ല അടിപൊളി അതിന്റെ ദുപ്പട്ട നല്ല എക്സ്ക്ലൂസീവ് ദുപ്പട്ട, അല്ലേ? പ്രീമിയം റേഞ്ച് സാധനങ്ങൾ. നമ്മൾ തമിഴ്നാട് തൃശ്ശൊക്കെ ധരിക്കുന്ന ടൈപ്പ് ഐറ്റംസ്, പ്രീമിയം മോഡൽ ഐറ്റംസ് ആണ്. അതിൽ 10 കളേഴ്സ് കാണിച്ചു തരാം. അതിൽ 8 കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? സെയിം മോഡൽ വരുന്ന ഐറ്റംസ് ആണ് ഇത്. ജൂട്ടിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ കളേഴ്സ്. 1 2 3 4 5 6 7 8 കളർ. കളർ ഞാൻ ഇങ്ങനെ ഇടണേണ്. ഇതിങ്ങനെ ജസ്റ്റ് നോക്കിക്കോട്ടെ. എല്ലാം നമുക്ക് തുറന്ന് കാണിക്കുന്നത് ആഗ്രഹമുണ്ട്. നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കും കണ്ടിട്ട് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പം ഓൾറെഡി ബിസിനസ് നടത്തുന്ന ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കുന്ന ആൾക്കാർക്കും തുടങ്ങാൻ താല്പര്യം വരാം അല്ലേ? എല്ലാ ഹെൽപ്പും ചെയ്തു. ഫുള്ള് കണ്ടിട്ട് പോകണമെങ്കിൽ 2 ദിവസം റൂം എടുത്ത് ഇവിടെ നിന്ന് കണ്ടിട്ട് പോകണം. അത്രയും കളക്ഷൻസ് ഉണ്ടല്ലേ? അത് അത്രയും നിലകളിലായിട്ട് ഒരുപാട് 4 നിലകൾ ഫുള്ളും. അതുപോലെ ഗോഡൌണിലൊക്കെ ചാകര കണക്കിന് സാധനങ്ങൾ നമ്മുടെ നോവൽറ്റിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ വേണ്ടി പോലെ ക്രിസ്മസിന്റെ ഐറ്റംസും കൂടെ കുറച്ച് കാണിക്കണ്ടേ, ബാക്കി വരാനും ഉണ്ട്. വൈറ്റ് ആൻഡ് റെഡ് കോംബോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടല്ലേ? ഇതെന്ത് മോഡലാണ്? ഇത് ജോർജറ്റി തന്നെ പുതിയൊരു ദുപ്പട്ടയാണ്, ലൈസർ ദുപ്പട്ട എന്ന് പറയും. അതിന്റെ ഒരു 3-4 കളേഴ്സ് ആണ്. ഇതിങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലേ? ഡിസൈൻ അപ്ഡേഷൻ എങ്ങനെയാണ്? പുതിയ വന്നോണ്ടിരിക്കും. ഡെയിലി അപ്ഡേഷൻ നമ്മുടെ പുതിയ കളക്ഷൻ വന്നോണ്ടിരിക്കും. ഇതിപ്പോ നമ്മുടെ ക്രിസ്മസിന്റെ കുറച്ച് ഐറ്റംസ് ആണ്. ജസ്റ്റ് വൈറ്റും കൂടെ തുറക്കും ബ്രോ. ബ്രോ വൈറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചതാ. നമ്മുടെ കേരളത്തിൽ ലോകം മൊത്തം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ റെഡ് ആൻഡ് വൈറ്റിലൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ പുതിയ ട്രെൻഡിങ് ആയ വിജിത്ത ഫറിൽ വന്നതാണ്. ടോപ്പ് ഫർ സാരി നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിന്റെ സൂട്ടിന്റെ റെഡ് വൈറ്റ് കോംബോ ലെവൽ കേട്ടോ. നല്ല രസമുണ്ട്. ഇതിപ്പോ ട്രെൻഡ് നെറ്റ് ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തത്. അടുത്ത 2 മാസം ഏറ്റവും കൂടുതൽ ഓടാൻ ഐറ്റം അല്ലേ? വൈറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ്. റെഡ് ആൻഡ് വൈറ്റ് കോംബോ ലെവലിൽ അനുസരിച്ച് മെറ്റീരിയലാണ്. ഫുള്ള് വർക്ക് ലെവൽ കേട്ടോ. നല്ല എംബ്രോയിഡറിയും സീക്വൻസ് വർക്ക് വരുന്ന ഐറ്റംസ് ആണ്. നല്ല ലൂസ് ക്ലോത്ത് ആണ്. സ്റ്റാർ ജോർജറ്റ് എന്ന് പറയും. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ? സ്റ്റാർ ജോർജറ്റ് എന്ന് പറയും. സ്റ്റാർ ജോർജറ്റ്. ഓക്കെ. അതിന്റെ റെഡ് ബ്ലാക്ക് സെയിം റെഡ് ലെവൽ ഐറ്റം ഒരുപാട്. തേർഡ് ഡിസൈൻ ആണ്. സെയിം മെറ്റീരിയൽ തേർഡ് ഡിസൈൻ. അതിന് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. ക്രിസ്മസിനൊക്കെ വേണ്ടിയുള്ള ഐറ്റംസ് നമ്മുടെ നോവൽറ്റിയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അടുത്ത നമ്മൾ അജ്രക്കിന്റെ കുറെ ഇതുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ? അജ്രക്ക് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ 365 ദിവസം വിൽക്കുന്ന സാധനമാണ്. ഇത് 300 ദിവസം കഴിഞ്ഞ കൊല്ലങ്ങളിൽ കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഇങ്ങനെ ഭരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ അജ്രക്കിൽ വരുന്നത്. അതിന്റെ ഒരുപാട് അനുസരിച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് നമ്മുടെ നോവൽറ്റിയിലുണ്ട്. ഈ കാണുന്ന മൊത്തം ഐറ്റംസ് ആണല്ലേ? ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതൊക്കെ വരുന്ന അജ്രക്കിൽ വരുന്ന ഐറ്റംസ് ജസ്റ്റ് കാണിച്ചതാ. നല്ല നല്ല ഡിസൈൻസ് ജസ്റ്റ് അജ്രക്ക് ലെവലിൽ. ഇത് മൊത്തം ഈ ബാക്ക് കാണുന്ന മൊത്തം ഒന്ന് എല്ലാം കാണാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാലോ. അതായത് ഇതൊക്കെ ഉണ്ടല്ലോ അനുസരിച്ച് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മളെല്ലാം തുറന്ന് കാണിക്കുന്നില്ല. മാത്രമേ കാണിച്ചോളൂ ഞാൻ. ഇത് ഇഷ്ടംപോലെ എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും എല്ലാ ഐറ്റംസ് ഉണ്ട്. ബാക്ക് കാണുന്ന എല്ലാം ഉണ്ടല്ല അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന്റെ ഒരു സെക്ഷൻ ആണ്. ബാക്കിലോ തന്നെ ആക്സസറീസും ബാക്കി കാര്യങ്ങളും. കേരളയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. കേരള ഇതിലും നമുക്ക് അൺസ്റ്റിച്ചഡ് ഉണ്ട്. കേരള നമ്മുടെ കസവ് ടിഷ്യൂന്റെ ലെവലിലൊക്കെ നല്ല അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. നോർമലി ഇത് കിട്ടാൻ കുറച്ച് പണി കുറവാണ്. കാരണം എല്ലായിടത്തും റെഡിമെയ്ഡാ കൂടുതൽ പോകുന്നത്. നമ്മുടെ നോവൽറ്റിയിലാണെങ്കിൽ കസവിന്റെ കേരള സാരീസിന്റെ ഒക്കെ ലെവലിൽ വരുന്ന അടിപൊളി ഇത് സാരി ഉണ്ടല്ലോ. ഇതിന്റെ ലെവൽ സാരി ഉണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് പല ഏരിയ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഷൂട്ട് നമ്മുടെ നെക്സ്റ്റ് ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നത്? നൈറ്റി റെഡിമെയ്ഡ് സെക്ഷനിലാണ് എത്തിയിരിക്കുന്നത്. നൈറ്റി നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഉപയോഗിക്കുന്ന നല്ല നൈറ്റീസ്. നൈറ്റിയുടെ ഞാൻ 2-3 വെറൈറ്റികൾ കാണിച്ചില്ല. നമ്മൾ ചെയ്യണ ദീപ്തി ബ്രാൻഡിലാണ്. ഇത് നമ്മുടെ ഫ്രോക്ക് നൈറ്റി. കെട്ടാല കയറൊക്കെ ഇട്ടല്ലേ? ഫ്രോക്ക് നൈറ്റി ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ്. അതിന്റെ കുറച്ച് ഡിസൈൻസ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ല ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് പ്രീമിയം അതുപോലെ തന്നെ ബഡ്ജറ്റ് ലെവൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നൈറ്റിന്റെ സെക്ഷൻ. ബാക്ക് കാണുന്ന മൊത്തം നൈറ്റി കേട്ടോ. അതായത് നൈറ്റീസ് ഒക്കെ ഏറ്റവും വിലക്കുറവ് നല്ല കിടിലം പ്രീമിയം ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മുടെ നോവൽറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇതെല്ലാം പുതിയ ഡിസൈൻസ് ആണല്ലേ? പുതിയ ഡിസൈൻസ്. ഇതെല്ലാം ഫ്രോക്ക് നൈറ്റികളാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇത് നൈറ്റി കെട്ട് സാധാ മോഡൽ നമ്മൾ നോർമൽ കുറെ വർഷങ്ങളായിട്ട് കാണുന്ന ലെവലിലെ മോഡൽ. എലാസ്റ്റിക് വന്നത് എല്ലാത്തിന്റെ സാമ്പിൾ മാത്രം കാണിക്കുന്നത്. നമുക്ക് എല്ലാം അത്ര ബാക്കിൽ കാണുന്ന മൊത്തം സാമ്പിൾസ് ആട്ടോ. നമുക്ക് എല്ലാം കാണിക്കാൻ കഴിയില്ല. നോൾട്ടി മൊത്തം കണ്ടിട്ട് വേണം പോകാൻ. അത്രയും കണ്ടിട്ട് അത്രയും കാണാനുണ്ടല്ലേ? അതുകൊണ്ട് മാത്രം സാമ്പിൾസ് മാത്രമാണ് എല്ലാത്തിന്റെ കാണിക്കുന്നത്. ഇതൊക്കെ നൈറ്റീസിന്റെ ഒരു 1.5 മോഡൽ നൈറ്റികളാണ്. വെറൈറ്റി മോഡൽ അല്ലേ? അത്യാവശ്യം മോഡൽ നൈറ്റികൾ. കോളറിലൊക്കെ ഐറ്റംസ് ഒക്കെ ദീപ്തി ബ്രാൻഡ് അല്ലേ? എല്ലാം ദീപ്തി ബ്രാൻഡിൽ. ദീപ്തി ബ്രാൻഡ് ഐറ്റമാണ്. ഇതൊക്കെ നല്ല എല്ലാ കളേഴ്സിലും ഉണ്ട്. കഫ്താൻ നൈറ്റി ആണ്. കഫ്താൻ നൈറ്റി നല്ല വെറൈറ്റി മോഡൽ. യൂത്ത് അത്യാവശ്യം യങ്സ്റ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ വരുന്ന മനസ്സിലായല്ലോ. മനസ്സിലായി. കഫ്താൻ കുർത്തീസിന്റെ കഫ്താൻ നൈറ്റികൾ. ഇത് മൊത്തം കാണുന്ന ബാക്ക് കാണുന്ന മൊത്തം നൈറ്റീസ് എല്ലാം കഫ്താന്റെ മോഡലുകളാണ്. കഫ്താനിൽ വരുന്ന നൈറ്റീസ് ആണ് ഈ കാണുന്നൊക്കെ. കഫ്താനും ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. കഫ്താനും ഫ്രോക്ക് നൈറ്റി. ബഡ്ജറ്റ് ലെവലിലേക്ക് വാങ്ങിക്കണമെങ്കിൽ നേരെ നമ്മുടെ നോവൽറ്റിയിലേക്ക് വന്നാൽ മതി. ഇതൊക്കെ ഇങ്ങനെ വരുന്നേക്കും അല്ലേ?
ഇത് ഫുള്ള് കളർ ചാർട്ടുകൾ ഉണ്ടാവും. എല്ലാത്തിന്റെ ഞാൻ സിംഗിൾ പീസുകളാണ് കാണിച്ചത്. എല്ലാ നൈറ്റീസാണ്. എല്ലാ നൈറ്റീസ് അത് വാങ്ങിലോ. അത് തന്നെ ഫീഡിംഗ് നൈറ്റി ഉണ്ട്, ചുങ്കിടി വന്നതുണ്ട്, ഷിബൂര് തന്നെ. ഞാൻ ഇപ്പൊ മോഡലുകൾ മാത്രമേ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ബാക്കി എല്ലാവർക്കും നൈറ്റിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, നോളജ് ഉള്ളതായിരിക്കും. ബാട്ടിക് നൈറ്റീസ്, ബാട്ടിക് പ്രിന്റ്, നൈറ്റി കട്ടില്, ബാട്ടിക് പ്രിന്റിലേക്ക് നല്ല നൈറ്റീസ് ആണ് ഇതൊക്കെ. നല്ല നല്ല മോഡൽസ് ഇതൊക്കെ ശരിക്കും ഒരു കട മാത്രം ഒരു 10 കടയിലേക്ക് സ്റ്റോക്ക് അത്രയും ഇവിടെ സാമ്പിളിലുണ്ട്. ഇനിയിപ്പോ അത്ര പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഫ്ലോറിലാണ്. ഇത് ഗോഡൌൺ ഉണ്ട്. ഫ്ലോറിലെ കണ്ണുകളി പോലെ നൈറ്റിയുടെ ബിറ്റുകളുണ്ട്. നമ്മുടെ 3 മീറ്റർ കട്ടയാണ്, അൺസ്റ്റിച്ച് അല്ലാത്തത്. അതിന്റെ അജ്രക് സ്പെഷ്യൽ ആണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബിറ്റുകൾ അല്ലേ? ബിറ്റുകൾ ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് എത്ര 3 മീറ്റർ വരും? 3 മീറ്റർ ഉണ്ടാകും. നൈറ്റി ബിറ്റുകളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ നോക്കോ. ജസ്റ്റ് നോക്കട്ടെ, നല്ല പ്രിന്റുകൾ മാത്രം കാണിക്കേണ്ട. അജ്രക് പ്രിന്റ് ഇപ്പൊ നല്ല ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അജ്രക്കിൽ ഇതൊക്കെ ആണെങ്കിൽ അജ്രക്കിൽ വരുന്ന നൈറ്റി ബിറ്റുകളാട്ടോ. ഇതൊക്കെ ആണെങ്കിൽ സാധാരണ പ്ലെയിൻ നൈറ്റി അജ്രക്കിൽ വരുന്നതാണ്. ഇത് പ്ലെയിൻ നൈറ്റീസ് വരുന്നുണ്ട്, പ്ലെയിൻ വരുന്നുണ്ട്, കളറുകളാണ് ഇത് കാണുന്നത്. പ്ലെയിനൊക്കെ വരുന്നുണ്ട് അല്ലേ? പ്ലെയിനൊക്കെ ആണെങ്കിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നൈറ്റി ബിറ്റുകളുടെ നൈറ്റി മാത്രം ഒരു സെക്ഷനാണ്. ഇത് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് തയ്ക്കാൻ താല്പര്യം വാങ്ങിച്ച് തയ്ക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ കടക്കാർക്കായാലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഷോപ്പുകാരൊക്കെ ടൈലറിംഗ് ഷോപ്പ് നടന്ന ആൾക്കാർക്ക് നൈറ്റി ബിറ്റിന്റെ ഒക്കെ 1.5 കളക്ഷൻ നമ്മൾ നോവൽറ്റിയിലുണ്ട്. നമ്മൾ നൈറ്റീസ് സെക്ഷൻ കണ്ടു കഴിഞ്ഞു. ഇതാണെങ്കിലോ ഇത് അജ്രക്കിന്റെ റണ്ണിങ് മെറ്റീരിയലാണ്. അജ്രക്കിന്റെ റണ്ണിങ് മെറ്റീരിയൽ ഇപ്പൊ ഏറ്റവും ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട്. 60s ഉണ്ട്, 40s ഉണ്ട്, എല്ലാ ക്വാളിറ്റിയും നമ്മുടെ ചെറിയ റേറ്റ് ഭയങ്കര ട്രെൻഡിങ് ആണ്. കൂടുതൽ റേറ്റ് വരെ ഉള്ളത്. ഇതിപ്പോ നമുക്ക് കുർത്തി അടിക്കാം, ഷർട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ പർപ്പസിനും ഓണത്തിനൊക്കെ ഷർട്ടൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. കര വെച്ച് മുണ്ട് വന്നത്, മുണ്ടാക്കാര വെച്ച് മുണ്ടും കാര്യങ്ങളൊക്കെ ഇത് സൈഡ് കൊടുത്തിട്ട് ചെയ്യാറ്. അജ്രക്കിന്റെ ഒക്കെ ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസ് ഇതൊക്കെ ട്രെൻഡിങ് ഐറ്റംസ് ആണ്. ഓണത്തിനൊക്കെ ഭരിച്ചിരുന്ന ഐറ്റമാണ്. ഈ ഓണം മൊത്തം ശരിക്കും അജ്രക്കായിരുന്നു അല്ലേ? ഇനിയും അത് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ജസ്റ്റ് സാമ്പിൾ ആണ്. ഇതിന്റെ ഒക്കെ 100 കണക്ക് ഡിസൈൻ നമ്മുടെ ഉണ്ട്. സ്റ്റോക്കിന് ഒരു വർഷം വേണ്ട. ഏത് ഡിസൈൻ കൊടുക്കാൻ പറ്റില്ല. ഇനി തുണിക്കടക്കാരൻ നേരെ ടെക്സ്റ്റൈൽ ഷോപ്പുകാരൊക്കെ നോക്കി വെച്ചോ. നോവൽറ്റിയിൽ ഒരു 1.5 കളക്ഷൻ ഐറ്റംസ് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് എന്തെങ്കിലും ഫാൻസി റണ്ണിംഗ് ഒന്ന് കാണിച്ചു തരാം. ഫാൻസി റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ടോ? ഫാൻസി ലെവലിൽ റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ്. നെറ്റിലുണ്ട്. മെയിനായിട്ട് നമുക്ക് കുർത്തീസ് തയ്ക്കാൻ വേണ്ടിട്ട് കുർത്തീസ്, ഫ്രോക്കുകള്, കുട്ടികളുടെ ഉടുപ്പുകള് അങ്ങനെ തയ്ക്കാനായിട്ട് ഫാൻസി റണ്ണിങ്ങുകളാണിത്. ഫാൻസി റണ്ണിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, പ്രീമിയം ലെവലിലുള്ള സാധനങ്ങളുണ്ട്. നെറ്റിലുണ്ടാവും, ബ്രാസോൽ ഉണ്ടാവും, ഗഡ്വാൾ ഉണ്ടാവും, എല്ലാ മെറ്റീരിയലും. ജോർജറ്റ് ഉണ്ട്, ഫുൾക്കാരി ഉണ്ട്. അങ്ങനെ ഒന്ന് എന്റെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് കാണിച്ചാൽ കണ്ടോട്ടെ. ചേച്ചിമാരും പങ്ങന്മാരൊക്കെ കണ്ടുവെച്ചോ. നമുക്ക് റീറ്റെയിൽ കിട്ടില്ല, ഹോൾസെയിൽ ഓൺലി. ഷോപ്പുകാർക്ക് വേണ്ടി മാത്രം ഓൺലി. ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കും ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അങ്ങനെയല്ല ഓൺലൈൻ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓൺലൈൻ ബിസിനസ് പോയി ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പൊ അവർക്കെല്ലാം വേണമെന്നിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇതിപ്പം ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുത്ത് നമ്പർ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസ് കിട്ടും. ശരിക്കും തുണിക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോ ഓൾ വേൾഡ് ചെയ്യുന്നുണ്ടല്ലേ? അത് ലോകം മൊത്തം ഇപ്പൊ സപ്ലൈ ചെയ്യുന്നുണ്ട് നോവൽറ്റി. നിങ്ങൾക്ക് ഇന്നിപ്പം ഗൾഫിൽ നിന്ന് കാണുന്ന ആൾക്കാരാണെങ്കിലും യൂറോപ്പിൽ നിന്ന് കാണുന്നതാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എവിടെയാണോ അയച്ചു കൊടുക്കാൻ പറ്റും. മിനിമം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നോവൽറ്റി A to Z സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസും കണ്ടതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ബ്രോ ഇത് നമ്മളെ ടിൻഡോ ബ്രോ ഇത് കുർത്തി സെക്ഷൻ ആണല്ലേ? ലേഡീസിന്റെ കുർത്തി മാത്രമല്ല അല്ലേ? ലേഡീസിന്റെ റെഡിമെയ്ഡ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്കിവിടെ? കസ്റ്റമർ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ? നടക്കുന്ന കേസല്ല, മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ ട്രെൻഡ് ഐറ്റംസ്, അതായത് കുർത്തി ലെവല് പുതിയ ട്രെൻഡ് ഐറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ പറ്റുമോ? റോമൻ സിൽക്ക്, വെർട്ടിക്കൽ സിൽക്ക് എന്ന് പറഞ്ഞ 2 മെറ്റീരിയൽ. റോമൻ സിൽക്ക്, വെർട്ടിക്കൽ സിൽക്ക്. അതിന്റെ കുറച്ച് സാമ്പിൾസ് നമുക്ക് ജസ്റ്റ് കണ്ടോ കേട്ടോ. ഇതൊക്കെ പുതിയ വെർട്ടിക്കൽ സിൽക്സ് ആണ്. എന്തെങ്കിലും പ്രത്യേകത? ഇത് വെർട്ടിക്കൽ സിൽക്സിൽ വീനെക്കിൽ വരുന്നത്. വീനെക്കിൽ അത്യാവശ്യം മിറർ വർക്കൊക്കെ വരുന്ന ഐറ്റംസ് ആണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇത് എന്ത് ക്ലോത്ത് പറഞ്ഞത്? വെർട്ടിക്കൽ സിൽക്ക് ആണ്. ഞാൻ അതിൽ വെക്കുന്നു കേട്ടോ. ഇപ്പൊ ട്രെൻഡിങ്ങിൽ പഠിക്കുന്നത് വെർട്ടിക്കൽ സിൽക്ക് ഐറ്റാണ്. അതിന്റെ 4 കളേഴ്സ് വരുന്നുണ്ട്. 5 കളർ ഉണ്ടല്ലേ? 5 കളർ ഉണ്ടോ? നോക്കിയത് 5 അല്ല 6 കളർ വരുന്നുണ്ട്. എന്റെ 6 അല്ല 7 കളർ വരുന്നുണ്ട്. അത്രയും നോക്കി വെറൈറ്റി മോഡൽസ് നമുക്ക് ഈ വെർട്ടിക്കൽ സിൽക്കിൽ വരുന്നുട്ടാ. ഇതിപ്പോ നല്ല മൂവിങ് ആണ് അല്ലേ? നമുക്ക് പ്രിന്റ് വരുന്ന ഐറ്റംസ് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതൊരു നെക്ക് വെറൈറ്റി നെക്കാണ് അല്ലേ? ഇത് 6 കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? എല്ലാ ഡിസൈൻസിനും 6 കളേഴ്സ് വരും. ഡിസൈൻസും വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരിയാണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ. അടുത്തൊരു മോഡലാണ് ഇത്. ഇത് സെയിം വെർട്ടിക്കൽ സിൽക്ക് തന്നെയാണോ? ഡിസൈൻസ് മാറി, അത് കുറച്ച് കളേഴ്സ് ഉണ്ട്.
ഇതിപ്പോൾ ട്രെൻഡിങ് കേട്ടോ. ഇത് എല്ലായിടത്തും നമുക്ക് കാണാൻ കിട്ടില്ല. നമ്മൾ നോവൽറ്റിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ നമുക്ക് നോക്കാൻ പറ്റും. ഇതാ നോക്കിക്കോ, ജസ്റ്റ് നോക്കിക്കോ. ഇതൊക്കെ വെറൈറ്റി മോഡൽസ് ആണ്. കൊള്ളാം. സിമ്പിൾ ലെവൽ അല്ലേ, അത് ഓവർ വർക്കൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ലെവൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ്. ഇതൊക്കെ നിങ്ങളുടെ ബ്രാൻഡാണോ എങ്ങനെയാണ്? ഇവിടുത്തെ ഒരുപാട് ബ്രാൻഡ് ഉണ്ടല്ലോ. ഇവിടെ മാത്രം കിട്ടുന്ന ഐറ്റംസ് ആണ്, ലെവൽ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ കിട്ടുന്ന ഐറ്റംസ് ആയിരിക്കും. ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇതൊക്കെ വെറൈറ്റി മോഡൽസ് ആണ് ലെവലിൽ. എല്ലാം നമുക്ക് കാണാനല്ലേ അത്രയും കളക്ഷൻസ് ഉണ്ടല്ലോ. ജസ്റ്റ് ഇതൊക്കെ കുർത്തീസിൽ അതിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ആണ്. ടിൻഡോറോ തന്നെ ഏത് കാണിക്കണം എന്നുള്ള ലെവലിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അത്രയും കളക്ഷൻസ് ഉണ്ടല്ലേ. എടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഇങ്ങനെ വരും, ഓരോന്ന് എടുത്തോണ്ട് പോവാ. അപ്പൊ നമുക്ക് ഫുള്ള് റയോൺ ലിക്വിഡ് ഡിസൈൻസ് ലെവൽ വരുന്ന ഐറ്റംസ് ആണ്. ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ ഐറ്റംസ് ആണ് അല്ലേ. കാഷ്വൽ ലെവലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ഒരുപാട് ഇവിടെയൊക്കെ ഷർട്ടിൻ ലെവലൊക്കെ സംഭവം കാണുന്നത്. ലേഡീസിന്റെ വെസ്റ്റേൺ വെയേഴ്സ് കാണുന്നുണ്ട്. റോമൻ സിൽക്ക്, അതിൽ എംബ്രോയിഡറി വർക്ക് കേട്ടോ. റോമൻ സിൽക്കിൽ കുറച്ച് എംബ്രോയിഡറി വർക്ക് ആയി വരുന്നത്. ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കുന്ന ഐറ്റംസ് ആയിരിക്കും അല്ലേ. എൻക്വയറി വരുന്നത് ഓൾ കേരള ലെവലിൽ. കേരളം മാത്രം നിങ്ങൾ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. വേറെ രാജ്യത്തേക്കും ഇന്റർനാഷണൽ ലെവലിലും അതുപോലെ ഫുള്ള് കാർഗോ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പുറം രാജ്യത്ത് നിന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് താഴെ കൊടുക്കുന്ന നമ്പർ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ലോകത്ത് എവിടെ നമുക്കിത് കിട്ടും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ജസ്റ്റ് വിളിച്ചാൽ മതി. ഇതൊക്കെ നോക്കിക്കോട്ടെ, ഇതൊക്കെ നല്ല മോഡൽസ് ആണ്. ബ്രഷ് പ്രിന്റ് ലെവലിൽ നല്ല രസമുണ്ട് കേട്ടോ. സിമ്പിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നോക്കി വെച്ചോട്ടെ. ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പർ ജസ്റ്റ് വാട്സപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇതൊക്കെ നല്ല വെറൈറ്റി മോഡൽസ് കേട്ടോ. എല്ലാ സൈസിലും കിട്ടും അല്ലേ. ML XXL ബിഗ് സൈസ് അവൈലബിൾ ആണോ? ബിഗ് സൈസ് നമുക്ക് കോട്ടണിലൊക്കെ നല്ല ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഇതൊക്കെ കുർത്തീസിന്റെ നെക്സ്റ്റ് ആണ്. അങ്ങനെ നോക്കിയാണ് ഇതെല്ലാം ഈ ബണ്ടില് 3 പീസും ഉണ്ട്. 3 പീസ് സെറ്റും വരുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാണെങ്കിൽ 3 പീസ് സെറ്റും വരുന്നുണ്ട്. ഇതൊക്കെ നോക്കാം. 3 പീസ് ആണോ? ഇതുണ്ട്, അത് സെറ്റ് ലെവൽ ഐറ്റംസ് കേട്ടോ. എല്ലാ മോഡൽസിലും നമുക്ക് വെറൈറ്റി കണ്ടുപിടിക്കാൻ ഭയങ്കര പണി. ഇവിടെ വന്നൊരു അല്ല, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൺഫ്യൂഷൻ ആവും. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്കാവും. അപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ നോക്കി വെച്ചോ. നേരെ ഇപ്പൊ ക്രിസ്മസ് സീസൺ ഒക്കെ വരാനായിട്ടുണ്ട്. നേരെ നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കിട്ടാനുണ്ട്. പ്രിന്റ് ലെവൽ, ബ്രഷ് പ്രിന്റ് ലെവലിൽ നല്ല രസമുണ്ടല്ലോ. അത് ജസ്റ്റ് നോക്കിക്കോട്ടെ. ഈ കാണുന്ന ബണ്ടിലൊക്കെ കാണുന്ന എങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹോൾസെയിൽ ലെവൽ കിട്ടുന്ന ഐറ്റം ഇങ്ങനെ സെറ്റ് വൈസ് കിട്ടും അല്ലേ. അത് സിംഗിൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഓൺലി സെറ്റ് വൈസ്. ഏത് പീസ് എടുക്കുന്നെങ്കിൽ സെറ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിട്ട് പല കസ്റ്റമേഴ്സ് ലെവൽ ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൂടാതെ ഇത് മൊത്തം അജിരക്കിന്റെ സെക്ഷൻ ആണ് അല്ലേ ഈ കാണുന്നത്. അജിരക്ക് കുറെ കൊല്ലങ്ങളായിട്ട് ഓടിക്കൊടുക്കുന്ന ഐറ്റം എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും അവൈലബിൾ ഐറ്റംസ് അജിരക്കിലൊക്കെ നല്ല നല്ല ഡിസൈൻ ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അജിരക്കിൽ വരുന്ന ഐറ്റംസ് ആണ്. അജിരക്കിൽ ഹാൻഡ് വർക്ക് ഉണ്ട്. എല്ലാം ബഡ്ജറ്റ് നമ്മൾ ഹോൾസെയിൽ ആയതുകൊണ്ട് റേറ്റ് പറയുന്നില്ല. റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വിളിച്ചാൽ മതി. ഇതൊക്കെ ഇത് അജിരക്ക് തന്നെ അല്ലേ. കോട്ടണില് എന്ത് വർക്കാണ്? കാത്ത വർക്ക് അല്ലേ. കൊള്ളാട്ടോ, അടിപൊളി. അജിരക്ക് ഉണ്ട്, കാത്ത വർക്ക് ഉണ്ട്. ഇത് വേറെ ഐറ്റംസ് ആണ്. ഇവിടെയും കുറെ ഐറ്റംസ് ഉണ്ട്. ഇതെന്ത് മോഡലാണ്? റിങ്കിൾ റയോൺ അല്ലേ. കൊള്ളാട്ടാ. ഇത് അത്രയും സ്റ്റോക്ക് നമ്മളിങ്ങനെ ഗോഡൌൺ ഇഷ്ടംപോലെ ഇനി ഉണ്ടാവും അല്ലേ. വീനക്ക് ലെവൽ നല്ല വെറൈറ്റി മോഡലാട്ടാ. നമ്മൾ ഒരിക്കലും ഹോൾസെയിൽ ആയതുകൊണ്ട് റേറ്റ് പറഞ്ഞില്ല. ഒരിക്കലും ഞാൻ പറയാണ് ഹോൾസെയിൽ ആണ്. റീറ്റെയിൽ സിംഗിൾ പീസ് ഈ കളക്ഷൻ കണ്ടിട്ട് ഒരിക്കലും വിളിക്കരുത്. നമുക്ക് ഒരു സെറ്റ് വൈസിന് മിനിമം ലെവൽ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സിംഗിൾ പീസും വലിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തീസിന് സെക്ഷൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങോട്ടേക്ക് പോകേണ്ടത്? വെസ്റ്റേണിലേക്ക്. നേരെ നമുക്കുണ്ടല്ലോ വെസ്റ്റേണിലേക്ക് പോവാ. കുർത്തീസിന്റെ ഈ സെക്ഷൻ മൊത്തം കാണിക്കണമെങ്കിൽ അത്രയും ടൈം വേണം. വെസ്റ്റേൺ നമുക്ക് കണ്ടോ. ഇതാണെങ്കിലോ എന്റെ ഒരിക്കലും ശരിക്കും നോക്കിയതുകൊണ്ടാ. ഇതാ ക്രിസ്മസിന് വേണ്ടിയുള്ള കളക്ഷൻസ് നമ്മുടെ നോവൽറ്റിയിൽ വന്നിട്ടുണ്ട്. കുർത്തീസ് ലെവൽ, വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ലെവല് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കിനി വെസ്റ്റേണിലേക്ക് പോയാൽ വെസ്റ്റേൺ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇതൊക്കെ വെസ്റ്റേൺ ഐറ്റംസ് ആണ്. ഈ കാണുന്നതൊക്കെ ഇതെല്ലാം വരുന്ന വെസ്റ്റേൺ ഐറ്റംസ് ആട്ടോ. ജസ്റ്റ് എല്ലാം നോക്കിയത് ഡിസൈൻസ് ഇങ്ങനെ നോക്കി വെച്ചാൽ വെസ്റ്റേൺ കളക്ഷനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അല്ലേ. ഇതല്ല ലേഡീസിന്റെ ഒക്കെ ഡെയിലി വെയർ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീഷർട്ട് ഫുള്ള് വരുന്നുണ്ട്. ഒരു ഹാഫ് ഉണ്ട്. അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. വെസ്റ്റേൺ ഉണ്ടാവില്ല. ഷർട്ട് ഐറ്റംസ് ഒക്കെ അല്ലേ. ഷർട്ട് ഫുൾ ലെങ്ത് ഇതുണ്ടോ. ലേഡീസിന്റെ ഒക്കെ ട്രെൻഡിങ് ഐറ്റംസ് ഹോൾസെയിൽ ലെവലിൽ നമുക്ക് നല്ല മാർജിൻ കിട്ടുന്ന ഐറ്റംസ് ആണ് വെസ്റ്റേൺ പറയുന്നത്. പോപ്കോൺ ട്രെൻഡിങ് ആണ്. ഇപ്പൊ ട്രെൻഡിങ് കൊടുക്കുന്ന മെറ്റീരിയൽ പോപ്കോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ് ആണ് അല്ലേ.
ഇതൊക്കെ അതിന്റെ വെറൈറ്റി കളക്ഷൻസ് ആട്ടോ. അപ്പം ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ മാറി വരുമായിരിക്കും അല്ലേ? വേറെ ഇപ്പൊ നമുക്ക് എന്താണുള്ളത്? റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. നല്ല രീതിയിൽ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് അല്ലേ? ലാഭം ഇതിങ്ങനെ ബണ്ടില് ഇങ്ങനെ 4 സൈസ് 40 വരെ അത്യാവശ്യം നല്ലതൊക്കെ. നല്ല റെഡിമെയ്ഡ് ബ്ലൗസ് ഇപ്പം സത്യം ഗുജറാത്തിലൊക്കെ പോയ സ്ഥലം കാണാണ്ട് അത് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് ഇപ്പൊ അല്ലേ? റെഡിമെയ്ഡ് ലെവല്. ഇത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണല്ലേ? ഇതാണ് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഒരു സെക്ഷൻ ആണ്. നല്ല എല്ലാ ഡിസൈൻസും കിട്ടും. അപ്പുറം സൈഡിലാണെങ്കിൽ ഇതാണെങ്കിലോ ഇത് മൊത്തം ബ്ലൗസിന്റെ അല്ലേ? ജസ്റ്റ് കുറച്ച് ഡിസൈൻസ് കാണിച്ചിട്ട് അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ബ്ലൗസിന്റെ സെക്ഷൻ ഒക്കെ നമുക്ക് നമ്മളെ നോവൽറ്റിയിൽ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. അതായത് 32 മുതൽ 40 വരെ 34 മുതൽ 40 വരെ അല്ലെ? 34 മുതൽ 40 സൈസ് വരെ. ഇതാണെങ്കിലോ സ്ട്രെച്ചബിൾ ലെവലിൽ. അപ്പം കുറച്ച് സൈസ് ലെവൽ മാറാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ട്രെൻഡിങ് ലെവൽ യൂത്ത് യങ്സ്റ്റേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഇതാ റെഡിമെയ്ഡ് ലെവലിലെ ബ്ലൗസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതുപോലത്തെ നല്ല കംഫർട്ട് ലെവലിൽ. ശരിക്കും ഓണത്തിനൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും ഇത്. നല്ല സെയിൽ അത്രയും കസ്റ്റമർ എൻക്വയറീസ് ഉണ്ടായതല്ലേ? ഇത് ബ്ലൗസിന്റെ സെക്ഷൻ ആണുള്ളത്. അപ്പൊ നമ്മൾ വെസ്റ്റേൺ വേഴ്സും കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നർ വെയറിന്റെ സെക്ഷനിലേക്കാണ്. നമുക്ക് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ എല്ലാ ബ്രാൻഡും നമുക്കുണ്ട്. ലേഡീസിന്റെ തന്നെ ബ്ലോസം, ടീൻസ്, വി സ്റ്റാർ എന്ന് വേണ്ട എല്ലാ ബ്രാൻഡ്സും എല്ലാം ഉണ്ട്. ജെൻസിന്റെ തന്നെ ജോക്കി, ന്യൂഡ്, ജെൻസിന്റെ ഉണ്ട്. മാച്ചോ, ആൽബ, എന്ത് ഷോപ്പ് തുടങ്ങിയാലും ഇന്നർ വെയർ സെക്ഷൻ എന്തായാലും വേണം. അപ്പൊ നമുക്ക് ഹോൾസെയിൽ കിട്ടും. എല്ലാ ഐറ്റംസും ലേഡീസിന്റെ ആണെങ്കിലും ജെൻസിന്റെ ആണെങ്കിലും കിഡ്സിന്റെ ആണെങ്കിലും അങ്ങനെ എല്ലാ കിഡ്സ്, ബോയ്സ്, കിഡ്സിന് തന്നെ ഗേൾസിന്റെയും ബോയ്സിന്റെയും സെപ്പറേറ്റ്, പിന്നെ ലേഡീസിന്റെയും ജെൻസിന്റെയും ഇന്നർ വെയർ സെക്ഷൻ ആണ് ഈ കാണുന്നത് അല്ലെ? അതുകൂടാതെ ഇന്നർ വെയർസ് കൂടാതെ ബോട്ടം വെയർ സെക്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ലേഡീസിന്റെ ബോട്ടം വെയർ സെക്ഷൻ ആണ്. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇത് നമ്മുടെ സിഗരറ്റ് പാന്റ്, ലെഗിൻസ്, പാട്യാല, സ്ട്രൈറ്റ് പാന്റ്, കോട്ടൺ പാന്റ്, ചുരി ബോട്ടം, ജീൻസ്, അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാത്തിന്റെയും വലിയൊരു ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറയാ. ആ ലെവലില് ശരിക്കും സെപ്പറേറ്റ് സെക്ഷൻ എല്ലാത്തിനും വേണ്ടി സെപ്പറേറ്റ് തന്നെ എല്ലാം കളർ വൈസും എല്ലാം സെപ്പറേറ്റ് സൈസും എല്ലാം നോക്കിയാൽ മനസ്സിലാവട്ടെ. ഓരോ റെയിൻബോ ലെവലിട്ടോ നല്ല റെഡ്, ഓറഞ്ച്, പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ സെക്ഷൻ വൈസ് കിട്ടും. ആ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യാൻ സിമ്പിൾ ആണ് അല്ലേ? ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ എടുത്തോണ്ട് പോവാം. ഇതാണോ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന പോലെ നമുക്ക് എടുക്കാം. ജീൻസിന്റെ സെക്ഷൻ, ഇത് ജീൻസിന്റെ സെക്ഷൻ, ലേഡീസിന്റെ ഇതാണെങ്കിൽ ബോട്ടം വരും, എല്ലാ ഐറ്റംസും സ്കേർട്ട് ഉണ്ട്, എല്ലാ ഇതൊക്കെ നല്ല എന്താ കളേഴ്സ് കാണുമ്പോൾ തന്നെ നല്ല ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ? എല്ലാ ബ്രാൻഡ് ഐറ്റംസും നമുക്ക് സാധനങ്ങൾ ബോട്ടം പേര് കൂടെ കിട്ടും. അപ്പൊ നമ്മൾ കുറെ ലേഡീസിന്റെ ഐറ്റംസ് ഒക്കെ കണ്ടതിന് ശേഷം നേരെ താഴെ ജെന്റ്സിന്റെ ഐറ്റംസ് നമ്മുടെ പ്രസാദ് ഉണ്ട്. പ്രസാദേ, ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇവിടെ ഷർട്ടിങ്, ഷൂട്ടിങ്, ഇതാണ് മെയിൻ ആയിട്ട്. ഷർട്ടിങ്ങിൽ തന്നെ 36 ഷർട്ടിങ് ഉണ്ട്, 58 ഷർട്ടിങ് ഉണ്ട്. വീതി ലെവൽ അല്ലേ? നമ്മൾ ഈ റോളൊക്കെ നോക്കുമ്പോൾ 36 പിന്നെ 58 ലെങ്ത് കമ്പനി ലെവൽ വരുന്നത് അല്ലേ? നമുക്കൊന്ന് കണ്ടോക്കിയാലോ എന്തൊക്കെ എങ്ങനെ ഇതിന്റെ രീതി എങ്ങനെയാണ്? ഇവിടെ നമ്മള് കൂടുതൽ ചെയ്യുന്നത് ദിൽബർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ദിൽബർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സാധനങ്ങളെ കൂടുതൽ ബ്രാൻഡാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതുപോലെ റോളിൽ ഇങ്ങനെ വരും അല്ലേ? എത്ര മീറ്റർ റോൾ വരും? 20 മീറ്റർ, 18 മീറ്റർ, 20 അടിക്കാനുള്ള ഒരു റേഞ്ചിലാണ് ഇത്. എങ്ങനെ കാഷ്വൽ എല്ലാ ഐറ്റംസും ഉണ്ട്, യൂണിഫോംസ് ഉണ്ട്, പിന്നെ കാഷ്വൽ ഷർട്ട്സ്. ഒന്ന് രണ്ട് റോൾ ജസ്റ്റ് കാണിച്ചു എങ്ങനെ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. ഇതാണ് ഇങ്ങനത്തെ റോള, ഇതുപോലത്തെ റോള വരും കേട്ടോ ഇങ്ങനെ. ഇതൊക്കെ ചെക്സ്, പ്ലെയിൻസ് എല്ലാം വരും അല്ലേ? ഇത് ചെക്സ്, ചെക്സ്, ലൈൻസ്, പ്ലെയിൻസ്. പണ്ടത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തുണി വാങ്ങിച്ചടിക്കുന്നത്. ഇപ്പോഴും റെഡിമെയ്ഡ് ഒക്കെ പക്ഷേ ഇപ്പോഴും പല ആൾക്കാരും ഇതുപോലത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഞാനൊക്കെ വാങ്ങിച്ചെടുക്കുന്നത് ഈ ഒരു മാച്ചിങ് പറ്റുള്ളൂ. അതെ അതെ അതെ. മറ്റേ റെഡിമെയ്ഡിന്റെ മാച്ചിങ് അവർക്ക് പറ്റില്ല. അവർ ശീലിച്ചു പോയ ആൾക്കാരുണ്ടാവും അല്ലേ? ഒരു തടിയിലാണ് നമ്മളെ തടിയിൽ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി നോക്കി സ്ട്രൈപ്സിലൊക്കെ വരുന്ന ദിൽബർ എന്ന് പറഞ്ഞ ഇത് എന്ത് പറ്റിയല്ലോ? ഇത് PC ആണ് കൂടുതലും വരിക. ഈ ഒരു റേഞ്ചിൽ PC ലെവൽ വരുന്ന ഐറ്റംസ് ആട്ടോ. ഒരുപാട് ഉണ്ടോ ചെക്സും, ലൈൻസും, പ്ലെയിൻസും, പ്രിന്റ്സും അങ്ങനെ നല്ല ഇതൊക്കെ നല്ല ലിനൻ വരുന്നുണ്ടോ? ലിനലിന്റെ 58 വരുന്നുണ്ടല്ലേ? ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റിൽ ഇതൊക്കെ ലെവൽ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ? ചില ആൾക്കാരൊക്കെ നല്ല കംഫർട്ട് ലെവൽ ഇങ്ങനത്തെ തുണി വാങ്ങിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ ഹോൾസെയിൽ ലെവലിൽ നമുക്ക് റോൾ കൊണ്ട് പോവാം അല്ല? റോളായിട്ട് കിട്ടുള്ളൂ. അതായത് ജെന്റ്സിന്റെ ഒക്കെ ടൈലറിംഗ് ഷോപ്പ്, മെൻസ് വെയർ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് നല്ല ദിൽബർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അടിപൊളി അത്ര 36 ഇഞ്ചും 58 50 അപ്പുറത്തില്ല കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലോ? ഇതൊക്കെയാണ് ബിറ്റ് ആണ് വരുന്നത്. എത്ര മീറ്റർ വരും ഇത്? ഇത് 1.60 ഉണ്ട്. 36 ആണെങ്കിൽ 2.40 വരെ. ഇതുവരെ നമുക്ക് ഒരാളുടെ അളവിൽ എങ്ങനെ 44 സൈസ് വരെ
നമുക്ക് അടിക്കാം. ഇത് ദിൽബറിന്റെ അല്ലേ? ഇതൊക്കെ ഈ തുണിയല്ല, ഇത് ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ ലെവൽ ഇങ്ങനെ വരുന്നതാണ്. പല പല ഐറ്റംസ് ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്, പ്രിന്റ് ഉണ്ട്, പിന്നെ ലിനൻ ഉണ്ട്. ഇതൊക്കെ നല്ല കുറച്ച് പ്രായ ആൾക്കാർക്ക് അതെ അതെ, അത് ആ ഒരു ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ളവർക്ക് ലിനന്റെ ഇതൊക്കെ ലിനാണോ അല്ലേ? നല്ല കളേഴ്സ്, എന്താ കളേഴ്സ് ബ്രാൻഡ് പെട്രോൾ നല്ല മറ്റേ പല കളേഴ്സിൽ ലിനം വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. ഇതാണെങ്കിൽ ഇത് ജൂട്ട് സ്റ്റൈൽ വരുന്നത്, കോട്ടൺ തന്നെ ജൂട്ട് സ്റ്റൈൽ നല്ല ട്രെൻഡ് ആട്ടോ. ഇങ്ങനെ വടി പോലെ ഉണ്ടാവില്ല വരുന്ന ഐറ്റം, മുണ്ടിന്റെ കൂടെ കൊടുത്ത് നല്ല രസമായിരിക്കും അല്ലേ? ഇതിൽ കുറെ കളേഴ്സ് ഉണ്ടോ? ഇത് കളേഴ്സ് ഉണ്ട്, ഇവരെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ അങ്ങനെ വരുന്നതാണോ? അല്ലല്ല, അത് കൂടിയ റേഞ്ചിലുള്ള ഐറ്റംസ് വരുന്നതാണ്. ഇത് ഇങ്ങനെ ഐറ്റംസ് ലിനാണെങ്കിലും ജൂട്ടാണെങ്കിലും കോട്ടൺ ആണെങ്കിലും എല്ലാ ഐറ്റംസും. ആ ബാക്കിൽ കാണുന്ന ബോക്സ് ഒക്കെ ആണെങ്കിലോ കാണുന്ന ഒരുപാട് ബോക്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. എല്ലാം മിക്സഡ് ആണ്. ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്, കോട്ടൺ സ്റ്റൈലിൽ പ്രിന്റ് വരുന്നുണ്ട്, ഒരുപാട് ബ്രാൻഡ് ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇത് ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഐറ്റംസ്, ഡിജിറ്റൽ പ്രിന്റ് നല്ല ഐറ്റംസ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ട്രെൻഡി ഐറ്റംസ് ഇപ്പൊ എല്ലാവരും ലിനൻ ഫീൽഡിൽ വരുന്ന ഐറ്റം, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ദിൽബർ നല്ല ബ്രാൻഡ് ലെവലിൽ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കൂടെ കിട്ടാനുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്, ഇങ്ങനെ മാറി മാറി വരും. എല്ലാ ഐറ്റംസ് ഉണ്ട്, സ്റ്റാർച്ച് ഐറ്റംസ്, സ്റ്റാർച്ച് ചെയ്ത് വരുന്ന ഐറ്റംസ്, ഇത് കണ്ടോ സ്റ്റാർച്ച് ചെയ്ത് വരുന്ന ഐറ്റംസ്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് അത് മാത്രം ഇടുന്നവരുണ്ട്, ഇത് മാത്രം ആൾക്കാരുണ്ട്. പ്രായമില്ലാത്ത ഉപയോഗിക്കാൻ ഒരുപാട്, പ്രായമില്ലാത്തവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നോക്കാം, ഇതൊക്കെ എന്താ ഐറ്റം? നമുക്ക് 58 ഇഞ്ച് റോളിൽ വരുന്നതാണ്. ഇതാണ് 58 ഇഞ്ചിന്റെ അല്ലേ? അത് ഇങ്ങനെ റോള് വരും അല്ലേ? ഇത് റോളിൽ വരുന്നത്. ഇപ്പൊ അതിന്റെ ട്രിക്ക് മനസ്സിലായി. നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഷേപ്പിൽ വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? കോട്ടൺ പ്രിന്റിൽ വരുന്ന ഐറ്റംസ്. ഇത് 2 മടക്കുണ്ടാവും, അതാണ് ലെങ്ത് കൂടുതൽ, 2 മടക്കുണ്ടാവും. ശരി ശരി ശരി. എല്ലാം പ്രിന്റിൽ നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റിലെ സ്ട്രെച്ച് വരുന്ന ഐറ്റംസ്. ആയിക്കോട്ടെ, ഇതൊക്കെ 58 ഇഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ്. കൊള്ളാട്ടോ, നല്ല നല്ല ഡിസൈൻസ്. ദിൽബർ നല്ല ബ്രാൻഡ്, നല്ല ബ്രാൻഡ് അല്ലേ? ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ. അടിപൊളി, കൊള്ളാട്ടോ. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ് ആട്ടോ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടൊക്കെ വരുന്നത്, എല്ലാ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ്, പ്ലെയിനില് അത്യാവശ്യം നല്ല വെറൈറ്റി പ്രിന്റ് ലെവൽ ഐറ്റംസ് ആണ് നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. ഇതിപ്പോ ഷർട്ടിന്റെ പാന്റിന്റെ ആണെങ്കിലോ? പാന്റിന്റെ അവിടെ ഇപ്പുറത്തുണ്ടല്ലേ? ഷർട്ട് മാത്രം പോലെ നമുക്ക് പാന്റ് വേണമല്ലോ. പാന്റിൽ ഷർട്ടിൽ തന്നെ നമുക്ക് വേറെ ലിനൻ ക്വാളിറ്റിക്ക് വരുന്നുണ്ട്. ഇപ്പുറത്തോണ്ടല്ലേ? ഓ, ഞാൻ വിചാരിച്ച അപ്പൊ അവിടെ കഴിഞ്ഞെന്ന് വെച്ചിട്ട്. ഓ, ഇത് ഇതിന്റെ മാത്രം വൈറ്റ് മാത്രം, രാഷ്ട്രീയക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മിസ്റ്റർ കോട്ടൺ തന്നെ പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട്, നമ്മുടെ സ്റ്റാർച്ച് ഒക്കെ അടിച്ച് തന്നെ വരുന്ന ഐറ്റംസ് ഉണ്ട്. വൈറ്റ് തന്നെ, ഓഫ് വൈറ്റ്, ക്രീം വൈറ്റ്, അങ്ങനെ കുറെ സ്റ്റാർച്ച് അടിച്ച് വരുന്ന ഐറ്റം നിന്നോടും. ഇസ്തിരിട്ട് ഞാൻ അടിപൊളി നിന്നോളൂ അല്ലെ? അടിപൊളി കൊള്ളാം. വൈറ്റിന്റെ സെക്ഷൻ അവിടെ കണ്ടു. ഇതൊക്കെ അതിന്റെ ഡിസൈൻസ് വരുന്നത് വൈറ്റ് ഇങ്ങനെ വരും അല്ലെ? ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ഡിസൈൻ ഒക്കെ കൊടുക്കും, സാമ്പിൾ ലെവൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിലോ? ഇത് ജീൻസിന്റെ ഷർട്ട് ബിറ്റ് ആണ്, കാർഗോ ടൈപ്പ് അല്ലേ? ഇങ്ങനത്തെ ഒരു ഡെനിം ലെവലിൽ കാർഗോ ലെവൽ വരുന്ന ഐറ്റംസ് ആണ്. ഇതൊക്കെ നല്ല അടിപൊളി ബ്രാൻഡ് ലെവൽ, കൊള്ളാട്ടോ. സ്റ്റാർച്ച് അടിച്ച് വന്നു. റീറ്റെയിൽ രണ്ടെണ്ണം എടുക്കായിരുന്നു, ഹോൾസെയിൽ മാത്രമേ കൊള്ളാം. അവിടെയൊക്കെ ആണെങ്കിലോ? അതൊക്കെയാണെങ്കിൽ എല്ലാം മിക്കവാറും എല്ലാം സ്റ്റാർച്ച് ഐറ്റംസ് കൂടുതൽ. പിന്നെ ലിനനോട് ലിനൻ ഫിനിഷ് ആയിരിക്കും, ഫിനിഷ് ഉണ്ട്. അതെല്ലാം ലിനൻ ഫിനിഷിൽ വരുന്ന സ്റ്റാർച്ച് ഐറ്റംസ്, സ്ട്രൈപ്സ് വരുന്നത്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജൂട്ട് സ്റ്റൈൽ വരുന്നത്, ജൂട്ട് സ്റ്റൈൽ, അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഹോൾസെയിൽ ലെവലിൽ കിട്ടും. ഇതാണ് ഷർട്ടിന്റെ സെക്ഷൻ വരുന്നത്. ഷർട്ടിന്റെ സെക്ഷൻ പല ഐറ്റംസ് ഉണ്ട്, ഡിസൈനിങ് മാറി മാറി വരും, ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുകൊണ്ടിരിക്കും. ഇതാണ് പാന്റിന്റെ ഷൂട്ടിങ്ങിന്റെ ഒക്കെ വരുന്നത്, ഷൂട്ടിങ്ങിൽ വരുന്നത്. ഷൂട്ടിങ്ങിൽ നമുക്ക് മഫ്തലാലുണ്ട്, ഇത് സിയാറാംസ് ഉണ്ട്, അതൊക്കെ ആണെങ്കിലോ? അത് ബിറ്റിൽ വരുന്നതാണ്. എത്ര മീറ്റർ? അത് 1.30. 1.30. അതായത് ഒരു സ്റ്റാൻഡേർഡ് പാന്റ് അടിക്കാൻ വരെയുള്ള സൈസ് അല്ലേ? ഇത് കൊള്ളാട്ടെ. ഞാൻ ഇതിന്റെ ആദ്യം ഇതുപോലത്തെ ഹോൾസെയിൽ സെക്ഷൻ ഇങ്ങനെ ജീൻസിന്റെ ബിറ്റിരിപ്പുണ്ട്, ജീൻസിന്റെ അത് ജീൻസിന്റെ ബ്ലൂ കളർ ജീൻസിന്റെ ആണല്ലേ? ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ കിട്ടും, നല്ല ഹോൾസെയിൽ കിട്ടും. ഒരു മെൻസ് വെയർ ഷോപ്പ് ആണെങ്കിലും ഇപ്പം ലേഡീസ് എന്ത് ഷോപ്പാണെങ്കിലും ഹോൾസെയിൽ ലെവലിൽ ഷർട്ടിങ്ങും സ്യൂട്ടിങ്ങും എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഓക്കെ. ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ മെൻസിന്റെ ഒരു സെക്ഷനാണ്. അപ്പൊ നമ്മൾ അൻസാർക്കാ, ഇത് എന്തൊക്കെ ഐറ്റംസ് ഇവിടെ ഉള്ളത്?
മെൻസിന്റെ ഫോർമൽ ഷർട്ട്, കാഷ്വൽ, ജീൻസ്, മെൻസ് ടീഷർട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് ഷർട്ടിന്റെ ഈ കാണുന്ന മൊത്തം ഷർട്ടിന്റെ പല കാറ്റഗറി. അവിടെ ജീൻസ് ഉണ്ട്, ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ടീഷർട്ട്, അതുപോലെ തന്നെ ട്രാക്ക് പാന്റ്, ട്രാക്ക് സ്യൂട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് കുറച്ച് ഇതിപ്പോ ഏത് ആണ് ഫോർമൽ ടൈപ്പ് ഷർട്ടുകൾ, ഫോർമൽ നല്ല ഷർട്ടുകൾ അല്ലേ? അത്യാവശ്യം നല്ല എല്ലാ ഐറ്റംസിനും ഉണ്ടാവും. ഏതൊക്കെ സൈസ് കിട്ടും നമുക്ക്? 44 ഏകദേശം ഡബിൾ എക്സൽ നമുക്ക് സൈസ് കിട്ടും കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നല്ല നല്ല ബ്രാൻഡ്. ഏതൊക്കെ ബ്രാൻഡ് നമുക്ക് വരുന്നത്? ഒരുപാട് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇതിപ്പുറത്തെ സെക്ഷൻ കാണുന്നത് ഷർട്ടിന്റെ ഒക്കെ ഹാഫ് കൈ ഫുൾ കൈ സെപ്പറേറ്റ് ലെവൽ വരുന്ന ഐറ്റംസ് ആട്ടോ. അത് ഷർട്ടിന്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇപ്പൊ ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും. എന്തൊക്കെ അപ്പുറത്താണെങ്കിൽ എന്തൊക്കെയുള്ളത്? ചെക്സ്, ലൈൻസ്, പിന്നെ പ്രിന്റ്, എല്ലാ ട്രെൻഡിങ് ഐറ്റംസ് എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. ഒന്ന് രണ്ട് മോഡൽസ് നമുക്ക് കണ്ടോക്കാം. ജസ്റ്റ് നമുക്ക് ഷർട്ടിന്റെ ലെവലിൽ കുറച്ച് മോഡൽസ് കണ്ടോക്കാം. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അപ്പം ലൈൻസ് ചെറിയൊരു ലൈൻസിൽ ഇങ്ങനെ വരുന്നതായിട്ടോ. അത്യാവശ്യം ലൈൻസിൽ വരുന്നതാണ്. എല്ലാം ഹോൾസെയിൽ ആട്ടോ. നമുക്ക് റീറ്റെയിലൂടെ കിട്ടില്ല. ഓൺലി ഹോൾസെയിൽ ലെവലിൽ മാത്രമേ നമുക്ക് നമ്മുടെ കളർ ചാർട്ട് ഉണ്ടാവും. ഒരേ ഡിസൈൻ തന്നെ കുറെ കളേഴ്സ് ഉണ്ടാവും അല്ലേ? അയ്യോ ഇതൊക്കെ നല്ല കളർ. അയ്യോ നല്ല രസമുണ്ട്. ഇതൊക്കെ പുതിയ പുതിയ മോഡൽസ് ഐറ്റംസ് ആണ്. ഷർട്ടിന്റെ ലെവലിൽ ഒരുപാട് ഐറ്റംസ് ഷർട്ടുകൾ നമ്മുടെ നോവൽറ്റിയിൽ ഹോൾസെയിൽ ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നോക്കി ഇതൊക്കെ കിടിലൻ മോഡൽസ്. അയ്യോ ശരിക്കും വെച്ചാൽ ഒരു 2-3 ഷർട്ടുകൾ തുടങ്ങുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ? ഇത് സാമ്പിൾ മാത്രം അല്ലേ? ഗോഡൗണിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടോ? ഗോഡൗണിൽ ഇഷ്ടം പോലെ ഐറ്റംസ്. ഇതൊക്കെ നോക്കിയ ഷർട്ട് ഇതൊക്കെ ട്രെൻഡിങ് പുതിയ ഐറ്റംസ് അല്ലേ? നല്ല ഫീൽ ഉണ്ട് കേട്ടോ. ഓക്കെ ഇതൊക്കെ ഒരു ഈ സെക്ഷനിലെ ഐറ്റംസ് ആണ്. അപ്പുറം സെക്ഷൻ ആണെങ്കിലോ പോപ്കോൺ ഇപ്പൊ ട്രെൻഡിങ്ങിലെ മോഡലാണ്. പോപ്കോൺ ലെവൽ വരുന്ന പുതിയ മോഡൽ ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ സിംഗിൾ ഇപ്പൊ ഈ എടുക്കും 3 എടുക്കണം അല്ലേ? പല സൈസിലോ പോപ്കോണിലൊക്കെ ട്രെൻഡിങ് ഐറ്റംസ് ആണ്. ജസ്റ്റ് നോക്കി ഇതൊക്കെ ട്രെൻഡിങ്ങിൽ വരുന്ന ഐറ്റംസ് ആണ്. പ്രിന്റുകൾ ഓൺലി ഹോൾസെയിൽ ആണ്. ഇപ്പോഴേ പറയാം നമ്മൾ ഷർട്ടിന്റെ സിംഗിൾ പീസ് വെച്ച് ദയവ് ചെയ്ത് വിളിക്കരുത്. താഴെ കൊടുത്ത് നമ്പർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ എടുക്കേണ്ട ഈ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പറ്റും. ഇതുണ്ടാ ഇതൊക്കെ നല്ല പോപ്കോൺ വരുന്ന അല്ലേ? ഇത് ഏറ്റവും ട്രെൻഡിങ് ഐറ്റംസ് ആണ്. പോപ്കോൺ വരുന്ന ഐറ്റംസ് ഇതെല്ലാം പോപ്കോൺ വരുന്ന അല്ലേ? ഇതൊക്കെ ആണെങ്കിലോ ഇതും ജീൻസിലേക്ക്. ജീൻസ് ഏതൊക്കെ സൈസ് കിട്ടും നമുക്ക്? 44 നല്ല ബിഗ് സൈസ് കിട്ടുന്ന ജീൻസിന്റെ. അതുപോലെ തന്നെ അത്യാവശ്യം കോട്ടൺ പാന്റുകളൊക്കെ സെക്ഷൻ. അത് ഇതെന്താ സംഭവം? ഇവിടെ കറുത്ത ഷർട്ടും കാക്കി ഷർട്ടും കിട്ടുന്നത് നമ്മുടെ അയ്യപ്പ സ്വാമി ശബരിമല സീസൺ വന്നത്. ശബരിമല സീസണ് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് ഷർട്ടൊക്കെ ഹോൾസെയിൽ നമ്മുടെ നോവൽറ്റിയിലുണ്ട്. നല്ല കിടിലം ബ്രാൻഡ് ഐറ്റംസ്. ഡ്രൈവർമാരെ നമ്മൾ ഡ്രൈവർ സഹോദരന്മാർക്കുള്ള കാക്കി ഷർട്ടിന്റെ ഹോൾസെയിൽ ശരിക്കും വെച്ചിട്ടുണ്ടല്ലോ. നോക്കിയാ ശബരിമല സീസണും അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് വേണ്ടുന്ന കാക്കിന്റെയും ബ്ലാക്കിന്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല ബഡ്ജറ്റ് റേറ്റ് കിട്ടും. നല്ല റേറ്റ് കിട്ടും. നല്ല ക്വാളിറ്റി ഷർട്ട് കേട്ടോ. ബ്ലാക്ക് ഒക്കെ ഇപ്പൊ നമ്മുടെ മുണ്ടിന്റെ കൂടെ അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ള കാക്കി അങ്ങനെ വേണ്ടുന്ന എല്ലാ ഷർട്ട് പാന്റ് ഐറ്റംസ് അല്ല ഈ സെക്ഷനിൽ. ഇപ്പുറത്താണെങ്കിലോ ടീഷർട്ട് എല്ലാ ഐറ്റംസും കിട്ടും. ഹാഫും ഫുള്ളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇതുണ്ട്. ഇതൊക്കെ ടീഷർട്ടിന്റെ ഒക്കെ നല്ല നല്ല ഡെയിലി വെയർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ടീഷർട്ട് ഹോൾസെയിൽ. ഇത് മൊത്തം കോളറില്ലാതെയും അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ കിട്ടും. ഇത് വൈറ്റ് ഒന്നാണ് കോളറിലാടെ ഇപ്പൊ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ നല്ല ബ്രാൻഡ് ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ചെയ്യുന്നുണ്ട്. അത് ബൾക്ക് ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. കൊടുക്കാൻ പറ്റും. സൈസ് ലെവലിൽ കൊടുക്കാൻ പറ്റും അല്ലേ? യൂണിഫോം ലെവലിൽ നമുക്ക് ടീഷർട്ട് വേണമെങ്കിൽ നമ്മളെ നോവൽറ്റി താഴെ കൊടുത്ത് നമ്പർ വിളിച്ചാൽ മതി. അതൊക്കെ ഫുൾ ടീഷർട്ട് ഐറ്റംസ് നല്ല 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 കളേഴ്സ് ഉണ്ട്. ഇപ്പഴത്തേക്ക് ഇതൊക്കെയാണെങ്കിലോ ബോക്സിൽ വരും അല്ലെ? ബ്രാൻഡ് ലെവലില് ഇങ്ങനത്തെ കോളർ ഷർട്ട് മോഡൽ 2 ഡബിൾ പോക്കറ്റ് ഒക്കെ ആയിട്ട് ഡബിൾ പോക്കറ്റ് ഷർട്ട് മോഡൽ ഐറ്റംസ് ഒക്കെ ആയി കാണുന്നത്. സിമ്പിൾ കോളർ കേട്ടോ. ഷർട്ട് ടൈപ്പ് ടീഷർട്ട് നല്ല ക്ലോത്ത് ആണ്. നല്ല ബ്രാൻഡ് ലെവൽ വരുമ്പോ അല്ലേ? നല്ല 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 ഏറ്റവും നല്ല വെറൈറ്റി ഐറ്റംസ് ആണ്. ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ലെവലിൽ നമ്മുടെ നോവൽറ്റി വരികയാണെങ്കിൽ നല്ല മാർജിൻ, നല്ല ബിസിനസ്. ശരിക്കും മെൻസ് വെയർ ഷോപ്പ് തുറന്ന ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് നല്ല റേറ്റ് കിട്ടും അല്ലേ?
ഇതെല്ലാം അതുപോലത്തെ ബ്രാൻഡ് ലെവലിൽ വരുന്ന ബോക്സ് ഐറ്റംസ് ആണ്. അതുകൂടാതെ ഇത് കണ്ടത് ട്രാക്ക് പാൻറ്റുകൾ, ട്രാക്ക് സ്യൂട്ടുകൾ, ട്രൗസേഴ്സ്, അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും എല്ലാവരും അത് ബഡ്ജറ്റിൽ അവർ പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസ് മെൻസിന്റെ ഏറ്റവും സെറ്റ് സംഭവങ്ങൾ. അപ്പൊ നമ്മൾ അടുത്ത ലക്ഷം വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കിഡ്സിന്റെ അല്ലേ, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരില്ല ഏകദേശം ജനിച്ചപാട് ഇൻഫന്റ് ബേബീസ് മുതൽ അത്യാവശ്യം ഒരു 10-15 വയസ്സുള്ള കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ. ഇതാണ് നല്ല ഉടുപ്പുകൾ, നല്ല വെറൈറ്റി ഉടുപ്പ്, റെഡ് ഇപ്പൊ നമ്മുടെ ക്രിസ്മസിനൊക്കെ അടിപൊളി ഉടുപ്പുകൾ മുതൽ നല്ല ഡെയിലി വെയർ ഉടുപ്പുകളും അതിനോട് എല്ലാ ഐറ്റംസും ഉണ്ടാവും. ആൺകുട്ടികൾ ബോയ്സിന്റെ ആണെങ്കിലും ഇതൊക്കെ ബോക്സിലൊക്കെ സംഭവം ബോയ്സിന്റെ ഒക്കെ ഷർട്ട്, ബാബാ സൂട്ട്, അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് കൊടുക്കാൻ, ബർത്ത്ഡേക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികളുടെ ജനിച്ച പാടുള്ള കുട്ടികൾക്ക് വേണ്ടിയില്ല ഇൻഫന്റ് ബേബീസിന്റെ വരുന്നു അല്ലേ. ഇത് കിഡ്സ് വെയർ ഷോപ്പൊക്കെ തുടങ്ങാൻ ബണ്ടിൽ ലെവല് നല്ല ഗേൾസ് ടോപ്പുകൾ, ഇത് ഗേൾസ് ജീൻസ് അങ്ങനത്തെ ഐറ്റംസ്. എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ കിഡ്സിന്റെ എല്ലാ ഐറ്റംസും ബണ്ടിൽ കണക്കിന് സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ജീൻസിന്റെ ഒക്കെ ഒരു സൈസ് വരെ, ഏകദേശം ഒരു സൈസ് വരെ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസ് ഒരു ലോകട്ടോ, ഒരു സത്യം ഒരു ടെക്സ്റ്റൈൽ ലോകം. നമ്മളൊക്കെ ഈ ഗുജറാത്തിൽ രാജസ്ഥാനം പോയി കാണുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സ്റ്റോക്കും അത്രയും നല്ല ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റൈൽ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഫീൽഡിലേക്ക് ഒരുപാട് ആൾക്കാർ ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കടക്കം പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റി നമ്മൾ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസ്. മാത്രമല്ല ഇപ്പോൾ ഇത് എല്ലാ ലാസ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇവരെ ഗോഡൗൺ ആണ്. ഗോഡൗൺ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് ഓക്കെ. അതായത് ഇത് താഴെ കാണിച്ചതൊന്നുമല്ല, താഴെ കാണിച്ചതൊക്കെ ജസ്റ്റ് സാമ്പിൾ മാത്രം കേട്ടോ. അതിൻ്റെ എല്ലാം 100 ഇരട്ടി സാധനങ്ങളൊക്കെ ഇതെല്ലാം ബണ്ടിൽ കണക്കിന് സാധനങ്ങൾ ഇവിടെ ഇത് ബാക്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഈ ബണ്ടിലൊക്കെ കാണുന്നില്ല, ഈ ബണ്ടിലൊക്കെ ക്രിസ്മസിന് വേണ്ടിയിട്ട് വന്ന വൈറ്റും അതുപോലെ പല ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് ഇല്ലേ, ആ ബണ്ടിലൊക്കെ പൊട്ടിക്കേണ്ടത് 100 കണക്കിന് ബോക്സുകൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് 100 കണക്കിന് പെട്ടി കണക്കിന് സാധനങ്ങളാണ് നമ്മുടെ നോവൽറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെറിയ ജനിച്ച പാടുള്ള കുട്ടികൾ മുതൽ ഞാൻ പറഞ്ഞു ഹോം ഫർണിഷിങ് ഐറ്റംസ്, അത് ഇൻഫന്റ് ബേബീസ് മുതൽ ഏകദേശം കിഡ്സ്, ലേഡീസ്, ബോയ്സ്, ജെൻസ്, സാരികൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ ട്രെൻഡിങ് ഐറ്റം സാധനങ്ങളും നമുക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ ഞാൻ അത്യാവശ്യം കാണിച്ചത് കൂടാതെ നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ റേറ്റ് നോക്കി താരതമ്യേന നോക്കുമ്പോൾ നല്ല മാർജിൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്ട്സാണ് കൂടുതലൂടെ കാണാൻ പറ്റും. അത് കൂടാതെ തന്നെ പിന്നെ നമുക്ക് ബഡ്ജറ്റ് ലെവലിൽ വേറെ അവിടെ കിട്ടുന്നതിനെക്കാട്ടിയും വില കുറച്ചിട്ട് നമുക്ക് പ്രീമിയം പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതെല്ലാം ബണ്ടിലാണ്. ഇതൊക്കെ ക്രിസ്മസിന് പൊട്ടിക്കേണ്ട സാധനം. ഇതുവരെ പൊട്ടിച്ചില്ല, ഇന്ന് പെട്ടി വന്നിട്ട് അതിൽ ലോഡിങ്ങനെ കയറ്റിക്കൊണ്ടിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കണമെങ്കിൽ, തുണി വാങ്ങിക്കണമെങ്കിൽ നേരെ നമ്മുടെ നോവൽറ്റി എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കൊല്ലത്ത് ഇതേ ഒരു 60,000 സ്ക്വയർ ഫീറ്റ് ഷോറൂം കൊണ്ട് കൊല്ലത്ത് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് അപ്പുറം സാധനം അപ്പുറത്ത് കാണിച്ചില്ല. ക്രിസ്മസിനൊക്കെ വേണ്ടില്ല വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ 100 കണക്കിന് ബണ്ടിലുകൾ. ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടുന്ന വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഒരുപാട് സാധനങ്ങളാണ് ഇത് ഇവിടെയൊക്കെ പൊട്ടുക. ഡേറ്റ് അടക്കം ഇന്നത്തെ ഡേറ്റിലാണ് സാധനം വന്നിരിക്കുന്നത്. അതിന് ഇപ്പോഴത്തെ സാരി ഉണ്ട്, ഇതൊക്കെ എന്താ പ്ലെയിൻ സാരികളുടെ 100 കണക്കിന്. എൻ്റെ മോൻ ഇതൊരു വേറെ ലോകം തന്നെ. താഴെ 4 നില ഒന്നുമല്ല, അതിൻ്റെ 100 ഇരട്ടി സ്റ്റോക്കാണ് ഈ മേലത്തെ 2 നിലകളിൽ നമുക്കിവിടെ ഗോഡൗൺ ലെവലിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഐറ്റംസ് ഇത് മൊത്തം സാരി കേട്ടോ. സാരികളുടെ മാത്രം ഒരു മായാ ലോകം എന്നെല്ലാം പറയാം. പല ലെവലിൽ എൻ്റെ മോനെ ചേച്ചിമാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാം. പക്ഷേ ഇപ്പോൾ ഒരിക്കലും പറയാം റീറ്റെയിൽ കിട്ടില്ല, ഓൺലി ഹോൾസെയിൽ വില മാത്രമേ നമുക്ക് നമ്മുടെ നോവൽറ്റി ടെക്സ്റ്റൈൽസ് എറണാകുളത്തും കൊല്ലത്തും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ താഴെ ഞാൻ കൊടുക്കാം. ഇതിപ്പോൾ സാരി ദശ ഞാൻ കുറച്ച് കുർത്തി ദശം കാണിച്ചു തരാം. അവർ രണ്ടാമത്തെ കോടോ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണല്ലോ ഫുള്ള് കുർത്തീസിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ സംഭവമാണ്. ഇതെല്ലാം കണ്ടത് ഈ കാണുന്ന മൊത്തം ബണ്ടിൽ മൊത്തം കുർത്തീസാണ്. പല റേഞ്ചിലുള്ള കുർത്തീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ പാക്ക് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലേബലൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. പുതിയ ഇപ്പം ചൂടപ്പം പോലത്തെ കുർത്തി ഇപ്പം വന്ന സാധനങ്ങൾ ഈ ബാഗ് കാണുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഇത് ഈ ബണ്ടിലെ പൊട്ടിച്ച് എത്ര സമയം എടുക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഓൾ കേരള ലെവലും എക്സ്പോർട്ടിംഗ് ലെവലും ഓൾ വേൾഡ് ലെവലും പോകുന്ന സാധനങ്ങളാണ് ഈ കാണുന്ന ബാക്കിൽ കാണുന്ന ബണ്ടിലെല്ലാം. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് സീസണാണ്, നല്ല മാർക്കറ്റൊക്കെ ഓണായ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ബെറ്റിയേഴ്സിൻ്റെ സെക്ഷനുണ്ട്, അതുകൂടെ കാണിച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ നോവൽറ്റി ടെക്സ്റ്റൈൽസ് ലാസ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ ടോപ്പ് ഫ്ലോർ ആണ്. ഇവിടെ വെച്ചാൽ ഫുള്ള് നമ്മുടെ എന്താ പറയുക അൺസ്റ്റിച്ച് മെറ്റീരിയൽസിൻ്റെ ഒരു ഗോഡൗൺ പോയിന്റ്. ഫുള്ള് ഈ കാണുന്ന ബാക്ക് കാണുന്ന മൊത്തം
മൊത്തമുണ്ടല്ല ലേഡീസിൻ്റെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിൻ്റെ ഒരു സെക്ഷനാണ്. ഞാൻ വേറെ സംഭവം കാണിച്ചു കുറച്ച് നോക്കിയാൽ ഇവിടെ ചേച്ചിമാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പാക്കാക്കി ലേബൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബാക്ക് കാണുന്ന മൊത്തം ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പം ഫുൾ പക്ക ഫിനിഷ് ചെയ്ത് എല്ലാം പാക്ക് ലെവലിലാക്കി ലേബലും ചെയ്ത് ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ സെറ്റാക്കിയിട്ട് മാത്രം നമുക്ക് കേരളത്തിലും ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പാർസൽ അയക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് നോക്കിക്കോട്ടെ, ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ കണ്ണ് മഞ്ചാൽ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ചേച്ചിയാരെ വന്നു കഴിഞ്ഞാണ്ടല്ല ഇവിടെ തിരിച്ചു പോലെ അത്രയും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഒരിക്കൂടെ പറയാം, തുണിക്കച്ചവടം അതായത് ടെക്സ്റ്റൈൽ ബിസിനസ് ഗാർമെൻറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കച്ചവടക്കാർ നമ്മുടെ കേരളത്തിലും പുറത്തും നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതായത് അവർക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കഴിഞ്ഞ 30-35 വർഷമായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പോൾ അവർ ഇത്രയും നല്ല പേര് ഇപ്പം കൊല്ലത്തും തുടങ്ങിയിട്ട് ഭയങ്കര 60,000 സ്ക്വയർ ഫീറ്റിലൊക്കെ അടിപൊളി ഒരു സെറ്റപ്പ് സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെയുണ്ട് അവിടെയുണ്ട്. അപ്പോൾ താഴെ വരെ കോൺടാക്ട് നമ്പർ വാട്സപ്പ് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുക. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിൽ ഫുൾ പോയി കഴിഞ്ഞാൽ അപ്ഡേഷൻ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇതൊക്കെ താഴെ കൊടുക്കാം. അപ്പം ഈ ക്രിസ്മസ് മാത്രമല്ല, ക്രിസ്മസിന് ശേഷം നിങ്ങൾക്ക് തുണിക്കടയിലേക്ക് സാധനം വാങ്ങിക്കണമെങ്കിലും പുതുതായിട്ട് ഇനി എന്ത് ബിസിനസ് ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും പുതിയ ഷോപ്പ് തുടങ്ങണമെങ്കിലും എന്ത് ടെക്സ്റ്റൈൽ സംബന്ധമായി എന്ത് കാര്യത്തിലും നോവൽറ്റി ടെക്സ്റ്റൈൽസ് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.